ജ്ഞാനം, ശക്തി, വിവേകം, ഭക്തി നമ്മിൽ മഴ പോൽ ചൊരിഞ്ഞിടണേ. അറിവ്, നീതി, ശാശ്വത ശാന്തി മഞ്ഞുപോൽ നമ്മിൽ അലിഞ്ഞിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ്. ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും നൽകിയ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒത്തിരിയേറെ നന്ദിയോടെ സ്നേഹം അറിയിക്കുകയാണ്. പലരും വില കൊടുത്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഫോൺ ചെയ്തും ടെക്സ്റ്റ് മെസ്സേജ് അയച്ചും പലരും എന്നോട് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ടീം ഷക്കേനയ്ക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവെല്ലാം നയിച്ചോളും. നിങ്ങളുടെ പ്രാർത്ഥനകളും പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളും വലിയ ഒരു ശക്തിയും അതിലേറെ ആനന്ദവുമായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കൾ എന്ന ഈ ശുശ്രൂഷയുടെ 17-ാം ദിനത്തിലേക്ക് ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. 119-ാം സങ്കീർത്തനം 130-ാം തിരുവചനം. അങ്ങയുടെ വചനങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്കത് അറിവ് പകരുന്നു. ദൈവവചനത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുകയാണ്. എല്ലാ അന്ധകാരവും മാറുന്നു. ഹൃദയത്തിലുള്ള, ബുദ്ധിയിലുള്ള, ജീവിതത്തിലുള്ള അന്ധകാരം വഴിമാറിപ്പോവുകയാണ്. ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങൾ വെളിപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും നമ്മുടെ സഭയിലുമുള്ള എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും ദൈവവചനത്തിൻ്റെ അനന്തശക്തിയാൽ മാറ്റപ്പെടുവാനും അവിടെയെല്ലാം ആത്മാവിൻ്റെ ദിവ്യമായ പ്രകാശം, സപ്തദാനങ്ങളുടെ പ്രഭ വ്യാപരിക്കുവാനുമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അത് എളിയവർക്ക് അറിവ് പകരുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് അറിവെന്ന വിശുദ്ധ ദാനത്തെക്കുറിച്ചാണ്. എളിയവർക്ക് അത് അറിവ് കൊടുക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുവാൻ, ദൈവവചനത്തെ പ്രമാണിക്കുവാൻ, കർത്താവിൻ്റെ ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമായി മാറുവാൻ, ദൈവവചനത്തെ നമ്മുടെ ചങ്കായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനത്തിനായി സമർപ്പിക്കാം. അത് അറിവിലും ജ്ഞാനത്തിലും വിവേകത്തിലും ആത്മശക്തിയിലും നമ്മെ വളർത്തുകയാണ്. പരിശുദ്ധ അമ്മയോടൊപ്പം അമ്മ മാതാവിൻ്റെ കരം പിടിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അറിവിൻ്റെ ആത്മാവായി നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, യുഗാന്ത്യ സഭ മുഴുവനിലും നിറയപ്പെടുവാൻ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ ചൊല്ലാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വത്സല മണവാട്ടിയായ പരിശുദ്ധ
കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. തിരുസഭയുടെ മേൽ എഴുന്നള്ളി വരണമേ. കുടുംബങ്ങളുടെ മേൽ സപ്തദാനങ്ങളുമായി എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സന്ദർശിക്കണമേ. അഭിഷേകം ചെയ്യണമേ. ആമേൻ. പത്രോസിൽ എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. പരിശുദ്ധ വചനം പറയുന്നു, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ എന്ന്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും ദൈവജനം വളരുവാൻ പത്രോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, നിത്യജീവനെ കുറിച്ചുള്ള അറിവ്, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവ്, ഈ കാലഘട്ടത്തെ വിവേചിക്കുവാനുള്ള അറിവ്, സ്വർഗീയ രഹസ്യങ്ങളെ കുറിച്ചുള്ള അറിവ്, ഈ അറിവിന്റെ ദാനത്തിൽ ദിനംതോറും വളരുവാൻ നമ്മൾ ഉത്സാഹിക്കുവാനും ആഗ്രഹിക്കുവാനും പത്രോസ്ലീഹ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവേ, അറിവിന്റെ ആത്മാവായി ഞങ്ങളിൽ വരണമേ. അറിവിന്റെ ദാനം നൽകി ഞങ്ങൾ ഉണർത്തണമേ. തിരുസഭയെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ ആത്മാവായി വന്ന് യുഗാന്ത്യ സഭയെ നവീകരിക്കണമേ. സഭയെ നയിക്കണമേ. സമൂഹങ്ങളെ പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകണമേ. ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ആത്മാവേ, അറിവിന്റെ ദാനം വർഷിക്കണമേ. കർത്താവായ യേശുവിനെ കുറിച്ചുള്ള അറിവിൽ വളരുവാൻ, നിത്യജീവനെ കുറിച്ചുള്ള അറിവിൽ വളരുവാൻ, സ്വർഗീയ രഹസ്യങ്ങളെ കുറിച്ചുള്ള അറിവിൽ വളരുവാൻ, ദൈവവചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങളെ കുറിച്ചുള്ള അറിവിൽ വളരുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. കരമുയർത്തി നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തിരുസഭയിലേക്ക് ആത്മാവിനെ വിളിച്ച് നമ്മൾ ഒന്നിച്ച് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു ആത്മാവേ. അറിവിന്റെ ദാനത്താൽ മുദ്ര ചെയ്യണമേ. അറിവിന്റെ ആത്മാവായി സഭയെ നവീകരിക്കണമേ. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്തുതിക്കുന്നു പരിശുദ്ധ അമ്മ മാതാവേ, ബോധജ്ഞാനത്തിന് സിംഹാസനമേ, അറിവിന്റെ ദാനത്തിന്റെ പൂർണ്ണതയെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച് നമ്മൾ ഒരുമിച്ച് പാടുകയാണ്. ആത്മാവേ വരണമേ, ആത്മാവേ വരണമേ. അറിവിന്റെ ദാനമായി, അറിവിന്റെ ആത്മാവായി ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമേ. യേശുവിനാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ ശരീരമേ എന്നെ രക്ഷിച്ചരുളണമേ. ആഗ്രഹത്തോടെ ആത്മാവിനോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ കഴുകണമേ. കർത്താവിന് രക്തശരീരങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളെ രക്ഷിച്ചരുളണമേ. യേശുവിൻ തിരുനീണമേ എന്നെ ലഹരിയിലാഴ്ത്തണമേ. യേശുവിൻ ഹൃത്തട ജലമേ എന്നെ നിത്യം കഴുകണമേ. ആത്മാവേ ഞങ്ങളെ കഴുകണമേ. സപ്തദാനങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ ദാനത്താ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ജലമേ എന്നെ നിത്യം കഴുകണമേ. എന്നെ നിത്യം കഴുകണമേ. ഞങ്ങളെ കുടുംബങ്ങളെ കഴുകണമേ. ഹോളി സ്പിരിറ്റ്
ഹോളി സ്പിരിറ്റ് ഞങ്ങളുടെ സമൂഹങ്ങളെ കഴുകണമേ. ആത്മാവേ, റൂഹായേ, തിരുസഭയെ കഴുകണമേ. എല്ലാ അശുദ്ധതകളിലും എല്ലാ മലിനതകളിൽ നിന്ന് സഭയെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ. കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരിക്കൽ കൂടെ വിളിക്കുന്നു ഈശോയെ. സ്തുതിക്കുന്നു. ആത്മാവിനെ വർഷിക്കണമേ, കൃപകൾ ചൊരിയണമേ, അഭിഷേകം പകരണമേ. സപ്തദാനങ്ങളുമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആത്മാവേ വരണമേ. സപ്തദാനങ്ങളുമായി കുടുംബങ്ങളിലേക്ക് വരണമേ. വിശുദ്ധ ദാനങ്ങളുമായി സഭയിലേക്ക് വരണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. സ്തുതിക്കുന്നു. ഈശോയേ നന്ദി, ആത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ പൂരിതരാകുവാൻ, പ്രത്യേകമായി അറിവിൻ്റെ ദാനത്താൽ നമ്മൾ മുദ്ര ചെയ്യപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവ് നമ്മെ അറിയിച്ച മറ്റൊരു പ്രവചന സന്ദേശമാണ്. അമ്മ ഇപ്രകാരം നമ്മോട് പറഞ്ഞു: നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ എന്നെ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയും എൻ്റെ സ്വരം നിങ്ങളുടേതുമായി കലർത്തുകയും എൻ്റെ പ്രാർത്ഥന നിങ്ങളുടേതിനോട് കൂടെ ചേർക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുവാനായി എന്നെ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥന ഞാൻ സ്വീകരിച്ച് എൻ്റെ സ്വരം നിങ്ങളുടെ പ്രാർത്ഥനകളുമായി ചേർക്കുന്നു നമ്മ പറയുകയാണ്. നമ്മോടൊപ്പം ഒന്നിച്ചമ്മ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ അമ്മ മാതാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളോടൊപ്പം അമ്മയുടെ പ്രാർത്ഥന പരിശുദ്ധ ത്രിത്വത്തിന് അമ്മ ചേർത്ത് വെക്കുകയാണ്. വലിയ ബ്ലെസ്സിങ് ആണ് സഹോദരങ്ങളെ. ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. നമുക്ക് ശാന്തമായി ദൈവസന്നിധിയിലിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ ആത്മാവ് ഇന്ന് തരുന്ന ആലോചനകൾക്ക് വേണ്ടി നമുക്കൊരുങ്ങാം. ഇന്നേ ദിവസം അറിവിൻ്റെ ദാനത്തെക്കുറിച്ച് തൻ്റെ വചനത്തിൽ നിന്ന് ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ മറ്റ് 6 വിശുദ്ധ ദാനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാമത്തെ വചനം: ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. എൻ്റെ സഹോദരങ്ങളെ, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളേജ്, അറിവിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ വളരെ വിശിഷ്ടമായ ദാനമാണ് അറിവിൻ്റെ ദാനം. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും അറിവിൻ്റെ ആത്മാവിൽ നിറയപ്പെടുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ്. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ തിരുമനസ്സാണ്. ഇന്ന് അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഇഗ്നോറൻസ് ആണ്, അറിവില്ലായ്മയാണ്. കർത്താവ് നേടിത്തന്ന നിത്യരക്ഷയെക്കുറിച്ച് അവർ അറിയുന്നില്ല. നിത്യജീവിതത്തെക്കുറിച്ചുള്ള അറിവ് അനേകർക്ക് ലഭിക്കുന്നില്ല. സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ചും സഭാപ്രബോധനങ്ങളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ദൈവജനം എപ്രകാരം ജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആത്മീയമായ അറിവ് അനേകർക്ക് ലഭിക്കാത്തത് കൊണ്ട് ഒത്തിരിയേറെ ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് പോവുകയാണ്. ഹോസിയ പ്രവചനം 4-ാം അധ്യായം 6-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു:
എന്താ പറയുന്നത്? അജ്ഞത നിമിത്തം, അറിവില്ലായ്മ മൂലം എൻ്റെ ജനം നശിക്കുന്നു. സഹോദരങ്ങളെ, ഇത് കർത്താവിൻ്റെ വേദനയാണ്. അറിവില്ലായ്മ മൂലം കർത്താവ് നേടിത്തന്ന നിത്യരക്ഷയെക്കുറിച്ച്, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച്, കർത്താവിൻ്റെ മണവാട്ടിയെ തിരുസഭയെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം എൻ്റെ ജനം നശിക്കുന്നുവെന്ന് വേദനയോടെ ആത്മാവ് പറയുകയാണ്. വീണ്ടും യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 13-ാം വചനത്തിലോട്ട് വരിക. എൻ്റെ ജനം അജ്ഞത നിമിത്തം അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. അറിവില്ലായ്മ മൂലം. സഹോദരങ്ങളെ, ഇവിടെ അറിവെന്ന് പറയുന്നത് മാനുഷികമായ അറിവല്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, വളരുമ്പോൾ, പുസ്തകങ്ങൾ വായിച്ചും വാർത്തകൾ കണ്ടും കേട്ടും ഈ ലോകം തരുന്ന അനേകം അറിവുകളുണ്ട്. ആ അറിവിനെ കുറിച്ചല്ല ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അറിവാണ്. ഇത് ആത്മാവിൻ്റെ വിശിഷ്ടദാനമാണ്. സ്പിരിറ്റ് ഓഫ് നോളേജ്. എല്ലാ മാനുഷിക ബുദ്ധികളെയും അതിശയിക്കുമാറ് ആത്മാവിൻ്റെ അറിവ് നമ്മിൽ നിറയുമ്പോൾ, സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും അവിടുന്ന് നേടിത്തന്ന നിത്യരക്ഷയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യത്തിൽ ഞാൻ നിങ്ങൾ വളരുകയാണ്. എന്താണ് അറിവിൻ്റെ ദാനം? സ്പിരിറ്റ് ഓഫ് നോളേജ് എന്താണ്? സൃഷ്ടാവും സൃഷ്ടവസ്തുക്കളും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ആത്മാവിൻ്റെ ദാനമാണ് അറിവ്. നിങ്ങൾ ഒരുമിച്ച് ശ്രദ്ധാപൂർവ്വം ഒന്ന് വായിച്ച്. സൃഷ്ടാവും സൃഷ്ടവസ്തുക്കളും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന ആത്മാവിൻ്റെ ദാനമാണ് അറിവ്. സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച് നമ്മളത് കണ്ടു. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ, സൃഷ്ടവസ്തുക്കളെ കുറിച്ചുള്ള അറിവുകൾ. അസീസിലെ ഫ്രാൻസിസ് പിതാവ് അറിവിൻ്റെ ദാനം ശക്തമായി ഫ്രാൻസിസ് പിതാവിൽ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ടാണ് സൃഷ്ടവസ്തുക്കളിലൊക്കെ ജീവനുള്ള കർത്താവിൻ്റെ സാന്നിധ്യം കാണുവാൻ, അനുഭവിക്കാൻ കഴിഞ്ഞത്. ഭ്രാന്ത് പിടിച്ച പിടിച്ച ചെന്നായ പാഞ്ഞു വരുമ്പോൾ ആ പിടിച്ച ചെന്നായിൽ പോലും കർത്താവിൻ്റെ സാന്നിധ്യം കാണുകയാണ്. അതുകൊണ്ട് എൻ്റെ ചെന്നായി സഹോദര, നീ എന്തിനാണ് ഈ ഗ്രാമത്തിലുള്ളവർ ഉപദ്രവിക്കുന്നത്? ഞാനും നീയും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. സൃഷ്ടവസ്തുക്കളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുവാൻ, സൃഷ്ടവസ്തുക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാൻ അറിവെന്ന ദാനം നമ്മെ സഹായിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ വചനം പറയുന്നു, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ശ്രദ്ധിച്ച്, എന്താണ് അറിവ്? ഈ ലോകത്തിന് കുറെ അറിവുകൾ സമ്പാദിക്കുന്നതല്ല. ഇന്ന് അനേകരെ ഈ ലോകത്തിന് നശ്വരമായ അറിവിൻ്റെ പുറകെ ഇന്ന് പരക്കം പായുകയാണ്. സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപരമായ ചില അറിവുകൾ നമുക്ക് വേണം. പക്ഷെ അതിനു വേണ്ടി മാത്രമല്ല നമ്മുടെ ജീവിതം. പരിശുദ്ധ വചനം പറയുകയാണ്, പരിശുദ്ധനായവനെ അറിയുന്നത്, സർവശക്തനും സർവാധിപനുമായ ദൈവത്തെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ്. ഹല്ലേലൂയ. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഈ അറിവിൽ നമ്മെ വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. വീണ്ടും നാം വചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാ പ്രവചനം 33:6. എല്ലാ അറിവിൻ്റെയും സമൃദ്ധി ആരാണ്? പരിശുദ്ധാത്മാവാണ്. എല്ലാ കൃപാദാനങ്ങളുടെയും ഉറവിടമാരാണ്? പരിശുദ്ധാത്മാവാണ്. അവിടുന്നാണ് നിന്റെ ആയുസ്സിൻ്റെ ഉറപ്പ്. രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. സഹോദരങ്ങളെ, എത്ര കൃത്യമായൊരു വചനമാണിത്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത്? നമ്മുടെ ആയുസ്സിന് ഉറപ്പ് അവിടെ നിന്നാണ്. ജ്ഞാനത്തിൻ്റെയും രക്ഷയുടെയും അറിവിൻ്റെയും സമൃദ്ധി ആരാണ്? പരിശുദ്ധാത്മാവാണ്. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അറിവിൻ്റെ സമൃദ്ധി, അറിവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും
ആത്മാവിനോടൊപ്പം തന്നെയാണ് അറിവിൻ്റെ ദാനവും പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ കണ്ടു, ജ്ഞാനത്തിൻ്റെ ആത്മ പ്രവർത്തിക്കുമ്പോൾ അവിടെ വിവേകത്തിൻ്റെ ആത്മ പ്രവർത്തിക്കുന്നു, അവിടെ അറിവിൻ്റെ ആത്മ വെളിപ്പെടുന്നു, അവിടെ ആലോചനയുടെ ആത്മാവ് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരുന്നു, അവിടെ ശക്തിയുടെ ആത്മാവും വ്യാപരിക്കുന്നുണ്ട്. അപ്പം ഈ സപ്തദാനങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ സുഭാഷിത പുസ്തകം 8:12 നമ്മളെ വചനം കാണുന്നുണ്ട്. നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വചനം നമ്മൾ വായിച്ചതാണ്. ജ്ഞാനമാണ് ഞാൻ, എൻ്റെ വാസം വിവേകത്തിലും അറിവും വിവേചന ശക്തിയും എനിക്കുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, വിവേകവും അറിവും വിവേചന ശക്തിയും എനിക്കുണ്ട്. ജ്ഞാനം, വിവേകം, അറിവ്, വിവേചന ശക്തി ഇതെല്ലാം കൊണ്ട് ഒന്നിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുക. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. സഹോദരങ്ങളെ, ഈ വിശുദ്ധ ദാനത്തിന് വേണ്ടിയുള്ള അടങ്ങാത്തൊരു വാഞ്ച നമുക്കുണ്ടാകണം. കാരണം ഈ ലോകത്തിലെ മറ്റേത് ശക്തിയേക്കാളും ഉന്നതമായ ശക്തിയാണ് അറിവിൻ്റെ ദാനം. സുഭാഷിത പുസ്തകം അവിടെ 24-ാം അധ്യായം 5-ാമത്തെ വചനം, ജ്ഞാനി കരുത്തിനേക്കാൾ ബലവാനത്രേ, അറിവുള്ളവൻ ശക്തനേക്കാളും. ഈ ലോകത്തിലെ മല്ലനായ ഏറ്റവും ശക്തനായ ഒരു മനുഷ്യനേക്കാളും ശക്തനാണ് ആത്മാവിൻ്റെ അറിവുള്ളവൻ. ഹല്ലേലൂയ. അത്രയും വിശിഷ്ടമായ ദാനമാണ് അറിവ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധാത്മാക്കളിൽ ഈ വിശുദ്ധ ദാനം നന്നായി പ്രവർത്തിച്ചിരുന്നു. പല വിശുദ്ധാത്മാക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവർക്ക് ദൈവത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും അവർ ആയിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് അവർക്ക് ലഭിച്ചിരുന്നു. എങ്ങനെ ലഭിച്ചു? പരിശുദ്ധാത്മാവിലൂടെ. ഈ വിശുദ്ധ ദാനത്തിലൂടെയാണ് ഈ അറിവുകളെല്ലാം അവർ സ്വന്തമാക്കിയത്. ദാനിയേൽ പ്രവചനം 1:17-20 വചനങ്ങളിൽ ശ്രദ്ധിക്കുക. ഈ 4 യുവാക്കൾക്ക് ദൈവം എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവിലും സാമർത്ഥ്യം നൽകിക്കണ്ടു. പ്രവാചകനായ ദാനിയേലിനും അവന്റെ 3 സുഹൃത്തുക്കൾക്കും എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർത്ഥ്യം കൊടുക്കുകയാണ്. ഇത് മാനുഷികമായ അറിവല്ല, ഇത് ആത്മാവിൽ നിന്ന് വരുന്നതാണ്. അവർ പാഠപുസ്തകം വായിച്ചോ ലോകത്തിന് വിജ്ഞാന ബുക്സുകൾ വായിച്ചോ അല്ല അവർ ഈ അറിവ് സമ്പാദിച്ചത്. അത് ആത്മാവ് കൊടുത്തതാ, ആത്മാവിൻ്റെ ദാനമാണ്. അറിവും സാമർത്ഥ്യവും പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 20-ാമത്തെ വചനം ഒന്നിച്ച് വായിച്ച്, വിജ്ഞാനത്തെയും അറിവിനെയും സംബന്ധിച്ച് രാജാവ് ചോദിച്ച ഏത് കാര്യത്തിലും അവർ മറ്റാരേക്കാൾ 10 ഇരട്ടി, ശ്രദ്ധിച്ച് 10 ഇരട്ടി മെച്ചപ്പെട്ടവരായി കാണപ്പെട്ടു. ഹല്ലേലൂയ. അവിടെയുള്ള മാന്ത്രികന്മാര്, ജ്ഞാനികള്, പണ്ഡിതന്മാര് എല്ലാം ഉണ്ടായിരുന്നു. ബാബിലോൺ സാമ്രാജ്യത്തിലെ സകല പണ്ഡിതന്മാരെ വെല്ലുന്ന വിധത്തിൽ അവരെക്കാൾ 10 ഇരട്ടി അറിവും സാമർഥ്യമുള്ളവരായി ദാനിയേലും അവൻ്റെ 3 സുഹൃത്തുക്കളും കാണപ്പെടുകയാണ്. അവർക്ക് എവിടുന്ന ഈ അറിവ് ലഭിച്ചത്? പരിശുദ്ധാത്മാവ് കൊടുത്തു. രാജാവ് ചോദിച്ച ഏത് കാര്യത്തിനും കൃത്യമായി വ്യക്തമായി മറുപടി കൊടുക്കുകയാണ് ആത്മാവിലൂടെ. ഹല്ലേലൂയ. ഈ അവസാന നാളുകളിൽ യുഗാന്ത്യ സഭയിൽ എത്ര ശക്തിയോടെ വെളിപ്പെടേണ്ട ആത്മാവിന്റെ ദാനമാണ് അറിവെന്ന ദാനം. തൽഫലമായി ദാനിയേൽ എന്താ സംഭവിച്ചത്? ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണത്. അത്ഭുതകരമായ ദൈവിക ചൈതന്യം കണ്ടു. ആത്മാവിന്റെ സപ്തദാനങ്ങൾ, ആത്മാവിന്റെ കൃപാദാനങ്ങൾ ദാനിയേലിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റെല്ലാ തലവന്മാരെക്കാൾ, ദേശാധിപന്മാരെക്കാൾ അവൻ ശ്രേഷ്ഠനായി തീർന്നു. തൻ്റെ രാജ്യം മുഴുവൻ്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. സഹോദരങ്ങളെ, സ്ഥാനകയറ്റം കിട്ടുന്നു, പ്രമോഷൻ കിട്ടുന്നു. എന്താ കാരണം? ശക്തമായ അറിവിൻ്റെ ദാനം അവനിൽ വെളിപ്പെട്ടു. ജ്ഞാനവും വിവേകവും അറിവെല്ലാം ഒന്നിച്ച് ദാനിയേൽ പ്രവാചകനിലൂടെ വെളിപ്പെടുകയാണ്. രാജാവ് കഴിഞ്ഞ അടുത്ത അധികാരിയായി
ദാനിയേലിനെ നിയോഗിക്കാൻ രാജാവ് ആലോചിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ശ്രേഷ്ഠമായ ദാനത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. 2, മനുഷ്യരെക്കുറിച്ചുള്ള അറിവ്. 3, നമ്മളായിരിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള അറിവ് ഈ ദാനം പ്രദാനം ചെയ്യും. ദൈവത്തിൻ്റെ സപ്താത്മാക്കളിൽ വളരെ വിലപ്പെട്ട ആത്മാവാണ് അറിവിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളേജ്. യോഹന്നാന്റെ സുവിശേഷം 17:3 അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ദൈവത്തെയും അവൻ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുക. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, അറിയുക. അറിയുക. ഒരല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, അറിയുക. അറിയുക എന്നതാണ് നിത്യജീവൻ. കണ്ടു, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള അറിവ്, നിത്യതയെക്കുറിച്ചുള്ള അറിവ്. സഹോദരങ്ങളെ, ഈ അറിവാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. നിത്യജീവനിലേക്ക് നയിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി. കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശക്തമായി അറിവിൻ്റെ ദാനം വെളിപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈശോ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ രൂപമാണ്. ആത്മാവിൻ്റെ സപ്തദാനങ്ങളും ഫലങ്ങളും കൃപകളും അതിൻ്റെ പൂർണ്ണതയിൽ ഈശോയിൽ പ്രവർത്തിച്ചു. നാം തിരുവചനത്തിലോട്ട് നോക്കുമ്പോൾ എപ്രകാരമാണ് നമുക്ക് ഇത് കാണുവാനായിട്ട് കഴിയും? നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രോസിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ വരിക. അവിടെ കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നമുക്ക് ഈ വചനഭാഗം ചിന്തിച്ച് നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് വരാം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുകയാണ്. ഈ അറിവ് പത്രോസ്ലീഗ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടോ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടോ ഏതെങ്കിലും തിയോളജി ക്ലാസ്സിൽ പങ്കെടുത്തിട്ടോ അല്ല സഹോദരങ്ങളെ. അക്ഷരമാല വിദ്യാഭ്യാസത്തിൻ്റെ ABCD പത്രോസ്ലീഗ അറിയില്ലായിരുന്നു. മീൻപിടുത്തക്കാരനാ, വലിയ മുക്കുവനായിരുന്നു. മീൻ പിടിക്കാൻ മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അറിവ് എവിടുന്ന് കിട്ടി? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15, 16, 17 വചനങ്ങൾ ഉച്ചത്തിൽ വായിച്ച് അവൻ അവരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ അറിവ് പത്രോസിന് എവിടുന്ന് കിട്ടി? യേശു പറഞ്ഞു, ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആരും പറഞ്ഞു കൊടുത്തതല്ല, ആരും ഉപദേശിച്ചതല്ല, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് കിട്ടിയതല്ല, ബൈബിൾ കോളേജിൽ ചേർന്ന് കിട്ടിയതല്ല, ഏതെങ്കിലും പുസ്തകം വായിച്ച് കിട്ടിയതല്ല. ഇത് പരിശുദ്ധാത്മ കൊടുത്തതാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ശിമയോനെ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തി തന്നത്. ഇത് അറിവിൻ്റെ ദാനത്തിലൂടെയാണ് പത്രോസിലേക്ക് ലഭിച്ച സഹോദരങ്ങളെ. നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ പൗലോസിന്റെ ജീവിതത്തിലോട്ട് വരുമ്പോൾ പൗലോസിനെ പറയുന്നുണ്ട് ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം അവിടെ 3-ാം അധ്യായം 7-ാമത്തെ വചനം 3:7 എന്താ പറയുന്നത്? ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. എന്തിനു വേണ്ടി? 3:10 നിങ്ങൾ ശ്രദ്ധിച്ച്. 3:10 അത് അവനെയും അവൻ്റെ ഉദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെയും അവൻ്റെ ഉദ്ധാനത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിന് വേണ്ടിയാണ് എൻ്റെ ഈശോയെ പ്രതി ഞാൻ സകലതും ഉച്ഛിഷ്ടം പോലെ കരുതിയത്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഓ, എത്ര ശ്രേഷ്ഠമായ ദാനമാണ് അറിവ്, സ്പിരിറ്റ് ഓഫ് നോളേജ്. സഹോദരങ്ങൾ, നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നു. നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ജ്ഞാനത്തെക്കുറിച്ചും വിവേകത്തെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മളത് കണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, മനുഷ്യരെ കുറിച്ച്, മനുഷ്യൻ്റെ ഹൃദയം, മനുഷ്യൻ്റെ ജീവിതം
അവൻ്റെ രഹസ്യ അവൻ്റെ പരസ്യ ജീവിതം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പരസ്യ ജീവിതം എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ പ്രൈവറ്റ് ലൈഫ്, നമ്മുടെ രഹസ്യ ജീവിതം ആരും അറിയുന്നില്ല. എന്നാൽ ഈ ദാനമുള്ളവർക്ക് മനുഷ്യൻ്റെ ഹൃദയഭാഗങ്ങൾ, മനുഷ്യൻ്റെ ചിന്താഗതികൾ, അവൻ്റെ ഹൃദയത്തിൻ്റെ രൂപം, അവൻ്റെ ജീവിതം വായിക്കുവാൻ കഴിയും. കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് നിങ്ങൾ വന്നേ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 47 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ നഥാനിയേൽ എന്ന് പറയുന്നൊരു വ്യക്തി കടന്നു വരികയാണ്, ചെറുപ്പക്കാരൻ വരികയാണ്. യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അവൻ്റെ ജീവിതം കർത്താവ് വായിക്കുകയാണ്. സൃഷ്ടാവിനെ കുറിച്ച് മാത്രമല്ല, സൃഷ്ടവസ്തുക്കളെ കുറിച്ച് അറിയുവാൻ, മനസ്സിലാക്കുവാൻ ഈ ദാനം നമ്മളെ സഹായിക്കുകയാണ്. നഥാനിയേലിന്റെ ജീവിതം കണ്ടു, അവൻ്റെ ഹൃദയം കണ്ടു. ഇത് നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. നമ്മൾ ജെറമ്യായുടെ പുസ്തകം 17:9 വായിക്കുന്നുണ്ട്. എന്താ വചനം പഠിപ്പിക്കുന്നത്? മനുഷ്യ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ശോചനീയം വിധം ദുഷിച്ചതുമാണ്. അതിന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? നിങ്ങൾ ശ്രദ്ധിച്ച്, മനുഷ്യ ഹൃദയത്തെ ഏത് മനുഷ്യനാണ് മനസ്സിലാക്കാൻ കഴിയുക എന്ന് ദൈവത്തിൻ്റെ വചനം ചോദിക്കുക. ഒറ്റ ഉത്തരവേ ഉള്ളൂ. അറിവിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ട ഒരു വ്യക്തിക്ക് മനുഷ്യ ഹൃദയത്തെ വിവേചിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയും. ഹല്ലേലൂയ. അത് ശോചനീയാംവിധം ദുഷിച്ചതാണ്, കാപട്യമുള്ളതാണ്. ഒത്തിരി കള്ളത്തരങ്ങൾ അവിടെയുണ്ട്, ആരും അറിയാത്ത രഹസ്യങ്ങൾ. സഹോദരങ്ങളെ, അത് കണ്ടെത്തുവാൻ അറിവിൻ്റെ ആത്മാവിന് കഴിയും. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ഇത് നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. 48-ാമത്തെ വചനം എന്താ പറയുന്നത്? അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എങ്ങനെ എന്നെ അറിയുന്നു? യേശു പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. വ്യക്തമായിട്ട് പറയാ, ഞാൻ നിന്നെ കണ്ടു. കർത്താവ് അവിടെ പോയിട്ടില്ല, ആത്മാവിൽ കാണുകയാണ്. ആത്മാവിൽ കാണുകയാണ്. ആ സാഹചര്യം, ആ സമയമെല്ലാം ഇത് ആത്മാവിൽ ഈശോ കാണുകയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ കണ്ടു. അവൻ്റെ ജീവിതം അങ്ങ് വായിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇനി പത്രോസിലയുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ വന്നേ. ഈ മനുഷ്യനെക്കുറിച്ച് അറിയുവാൻ ഈ ദാനം എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ഈ അഭിഷേകം എങ്ങനെയാണ് വെളിപ്പെടുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം, അവിടെ ആ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. 8-ാം അധ്യായം 20 മുതൽ വചനങ്ങൾ. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, കാരണം ദൈവത്തിന് ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. 21-ാമത്തെ വചനം എന്താ പറയുന്നത്? നീ കടുത്ത വിദ്വേഷത്തിലും, നിങ്ങൾ ഒരുമിച്ച് ഉച്ചത്തിൽ ശ്രദ്ധാപൂർവം വായിച്ച്, അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെങ്ങനെ പത്രോസ്ലിയെ മനസ്സിലാക്കി? ശിമയോൻ എന്ന് പറയുന്ന ആ മാന്ത്രികൻ, അവൻ മാനസാന്തരപ്പെട്ട് ഫിലിപ്പോസിനോട് കൂടെ ഇപ്പോൾ സുവിശേഷ വേല ചെയ്യാണ്. അവൻ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും യഥാർത്ഥ അനുതാപമോ മാനസാന്തരമോ അവന് സംഭവിച്ചിട്ടില്ല. ജനത്തിൻ്റെ പ്രീതി കിട്ടുവാൻ ആൾക്കാരുടെ മുൻപിൽ നല്ല പിള്ള ചമഞ്ഞ് ശിമയോൻ ജീവിക്കുകയാണ്. പക്ഷെ അറിവിൻ്റെ ദാനത്തിലൂടെ, സ്പിരിറ്റ് ഓഫ് നോളേജ്, അറിവിൻ്റെ ആത്മാവിലൂടെ പത്രോസ് കണ്ടുപിടിക്കുകയാണ്, നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതാ മനുഷ്യനെ അറിയുകയാണ്, മനുഷ്യൻ്റെ ഹൃദയഭാഗങ്ങൾ അറിയുകയാണ്, അവൻ്റെ രഹസ്യ ജീവിതത്തെ കണ്ടെത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു കള്ളത്തരവും അറിവിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടവരടുത്ത് നടക്കുകയില്ല. ഹല്ലേലൂയ. ഞാനും വിവേക് ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നീ കടുത്ത ബന്ധനത്തിലാണ്, അനീതിയിലാണ്, വിദ്വേഷത്തിലാണെന്ന് ശിമയോനെ ഞാൻ മനസ്സിലാക്കുന്നു. വളരെ ഷാർപ്പായി പത്രോസ് ഇത് പറയാണ്. വീണ്ടും പൗലോസിന്റെ ജീവിതത്തിലോട്ട് വന്ന്, എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 9-10 വചനങ്ങൾ. പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂളാകട്ടെ ആത്മാവിൽ നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, പാംഫോസിലെ മാന്ത്രികനാണ്, അവൻ വചനത്തെ തടസ്സപ്പെടുത്തുകയാണ്, അവൻ സുവിശേഷ വേലയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കുകയാണ്. ഇത് വിവേചിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞു, സാത്താൻ്റെ സന്താനമേ,
സകല നീതിക്കും എതിരായവനെ, ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ, ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് നീ വിരമിക്കില്ലേ? അവൻ്റെ ജീവിതം അങ്ങ് വായിക്കുകയാണ്. അവൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് പൗലോസ് അവനെ ശാസിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ അറിവ് പൗലോസിലേക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ? നമ്മളിന്ന് പലരും ഈ ഗൂഗിൾ എടുത്ത് ഡീറ്റെയിൽസുകൾ നോക്കുന്നത് പോലെ അങ്ങനെയാണല്ല സഹോദരങ്ങളെ, അത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അറിവിൻ്റെ ദാനത്തിലൂടെ പൗലോസിലേക്ക് ഇത് മനസ്സിലായി. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നു, മനുഷ്യരെ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ, ഈശോയുടെ ജീവിതത്തിൽ, വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ, സഭാപിതാക്കന്മാരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എത്രയോ അനുഭവങ്ങൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സമയത്തെക്കുറിച്ച്, നമ്മളായിരിക്കുന്ന സമയത്തെക്കുറിച്ചുള്ള അറിവ്. ഇത് അറിവിൻ്റെ ആത്മാവ് നൽകും. യോഹന്നാന്റെ സുവിശേഷം 13:1 ആ വചനം ഒന്ന് ഉച്ചത്തിൽ വായിച്ച്. എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. സമയമായി എന്ന് യേശു അറിഞ്ഞു. സമയം കൃത്യമായി അറിയുകയാണ്. തൻ്റെ വേർപാടിൻ്റെ സമയമായിരിക്കുന്നു. ഈ ലോകം വിട്ട് തനിക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മളായിരിക്കുന്ന ഈ സമയം, നമ്മളായിരിക്കുന്ന ഈ കാലം, നമ്മളായിരിക്കുന്ന ഈ നാളുകൾ, ഇതെല്ലാം കൃത്യമായി അറിയുവാൻ അറിവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. ഈശോയ്ക്ക് മനസ്സിലായി തൻ്റെ വേർപാടിന് സമയമായി. യോഹന്നാന്റെ സുവിശേഷം 13:1 ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു. ഇനി 17:1 വന്ന യോഹന്നാൻ 17:1 അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? ഇത്രയും പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിച്ച്, പിതാവേ സമയമായിരിക്കുന്നു, പിതാവേ സമയമായിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2 വരുമ്പോൾ ഈശോ പറഞ്ഞു, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഇപ്പോൾ ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ സമയമായിരിക്കുന്നു. അപ്പൊ സമയത്തെ, സാഹചര്യങ്ങളെ, കാലത്തെ കൃത്യമായി അറിയുവാൻ അറിവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. ഈ ദാനമുള്ളവർക്ക് അവരുടെ മരണത്തെക്കുറിച്ചും ഈ ലോകത്ത് നിന്ന് അവർ വേർപെട്ടു പോകുന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിവ് കിട്ടും. അങ്ങനെ എത്ര വിശുദ്ധാത്മാക്കളുണ്ട് ഈ കാലഘട്ടത്തിലുണ്ട്. ഈ അറിവിൻ്റെ ദാനത്തിൽ തങ്ങളുടെ മരണം മുൻകൂട്ടി കണ്ട് നന്നായി ഒരുങ്ങി നൽമരണം പ്രാപിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന പല വിശുദ്ധാത്മാക്കൾ ഈ കാലഘട്ടം നമ്മുടെ കുടുംബങ്ങളിലുണ്ടെന്നേ. എല്ലാവരും ഒരുപോലെ നശിച്ചു പോയിട്ടില്ല. കൃപയുള്ള, വിശുദ്ധിയുള്ള, ആത്മാവിൻ്റെ ദാനങ്ങളുള്ള പല മനുഷ്യരും ഈ കാലഘട്ടത്തിലുണ്ട്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് 2-ാമത്തെ ലേഖനം 2 പീറ്റർ അവിടെ എന്താ ദൈവത്തിന്റെ വചനം പറയുന്നത്? ആ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഉച്ചത്തിൽ വായിച്ചേ. പത്രോസ് 2-ാമത്തെ ലേഖനം 1:15. എന്റെ വേർപാടിന് ശേഷം നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർക്കാൻ വേണ്ടത് ഞാൻ ചെയ്യും. എൻ്റെ വേർപാടിന് ശേഷം പത്രോസിലേക്ക് അത് മനസ്സിലായി, തൻ്റെ വേർപാടിന് സമയമായിട്ടുണ്ട്. എൻ്റെ വേർപാടിന് ശേഷം വേണ്ടത് ചെയ്യാൻ നിങ്ങളത് സഹായിക്കും. ഇനി പൗലോസിയുടെ ജീവിതത്തിലോട്ട് വന്ന് 2 തിമോത്തിയോസ് 4-ാം അധ്യായം, 2 തിമോത്തി 4-ാം അധ്യായം 6-ാമത്തെ വചനം. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. സഹോദരങ്ങളെ, പൗലോസ്ലിഹ വിറ്റ്നസ് ചെയ്യാണ്, സാക്ഷ്യപ്പെടുത്തുകയാണ്, എൻ്റെ സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം, ഞാൻ ബലിയായി സമർപ്പിക്കപ്പെടേണ്ട എൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ദിനം അടുത്തിരിക്കുന്നു. ഇതെങ്ങനെ മനസ്സിലായി? അറിവിൻ്റെ ദാനത്തിലൂടെ പരിശുദ്ധാത്മാവ് അത് അറിയിച്ചു കൊടുക്കുകയാണ്. എത്ര ശ്രേഷ്ഠമായ ദാനമാണ് സഹോദരങ്ങളെ അറിവിൻ്റെ ദാനം. നമ്മളിത് മനസ്സിലാക്കണം. നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്, ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്രകാരമാണ് ഒരുങ്ങേണ്ടത്? നാളെ അതിനുള്ള ശുശ്രൂഷയാണ്. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയട്ടെ, എല്ലാവരും ഒരുക്കത്തോടെ വരണം, നന്നായി ഒരുങ്ങി വരണം. എന്തെങ്കിലും ഒരു ശുശ്രൂഷയിൽ പങ്കെടുത്ത് നമ്മൾ സമയം കളയുന്നത് പോലെയല്ല. നമ്മളങ്ങനെ ആരും സമയം കളയുന്നില്ല. അനേകർ തീഷ്ണതയോടെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പലരും ഈ നാളുകളിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അപ്പോൾ നല്ല ഒരുക്കത്തോടെ
പൂർണ്ണമായ ഒരുക്കത്തോടെ നാളത്തെ ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മാവിൻ്റെ ആരാധന ശുശ്രൂഷയിൽ നമ്മൾ ഒന്നിച്ച് പങ്കുകൊള്ളുകയാണ്. അനേകരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. നാളത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ കുടുംബമായി ഒന്നിച്ചിരിക്കണം. മാമോദീസ വ്രത നവീകരണ വാഗ്ദാനവും ഓരോ വിശുദ്ധ ദാനത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും സ്നേഹ ബഹുമാനപ്പെട്ട സിർലച്ചൻ നമ്മോടൊപ്പം നാളെ ഉണ്ടായിരിക്കും. അദ്ദേഹം അമ്മ മാതാവിൻ്റെ ഒരു പൊന്നോമന മകനാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തനാണ്. ഷെക്കൻ ന്യൂസിലൂടെ മറിയം കാലത്തിന് അടയാളം ഈ ശുശ്രൂഷ ചെയ്യുന്ന സിർലച്ചനാണ്. അപ്പം അച്ഛൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ ഒരുമിച്ച് വിവിധ ദേശങ്ങളിൽ രാജ്യങ്ങളിലായിരുന്ന് ഒരു കുടുംബമായി നമ്മൾ നാളത്തെ ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എപ്രകാരമാണ് ഈ സപ്തദാനങ്ങൾക്കായി ഒരുങ്ങേണ്ടത്. ഒന്നാമതായി നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച്, ഒന്നാമതായി നമ്മൾ അതിന് അതിയായി ദാഹിക്കണം. തീവ്രമായൊരു ആഗ്രഹം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. നമ്മളിങ്ങനെ ചതഞ്ഞിരിക്കരുത്, പൂർണ്ണമായി ഇങ്ങനെ സംതൃപ്തിപ്പെട്ടിരിക്കരുത്. ലഭിക്കണമെങ്കിൽ ലഭിക്കട്ടെ, കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ഈ ഒരു ചിന്തയോടുകൂടി ഇരിക്കരുത്. തീവ്രമായി നിങ്ങൾ അഭിലഷിക്കണം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സപ്തദാനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ആഗ്രഹിക്കണം, ദാഹിക്കണം ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾക്ക് വേണ്ടി. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാം അധ്യായം 1-ാം വചനത്തിൽ എന്താ പറയുന്നത്? ആത്മീയ ദാനങ്ങൾക്കായി, പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുവിൻ. അപ്പോൾ നമ്മൾ എപ്രകാരമാണ് ഒരുങ്ങേണ്ടത്? ഒന്നാമതായി തീവ്രമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വിശുദ്ധ ദാഹം നമുക്കുണ്ടാകണം, ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. ആത്മാവേ, അവിടുത്തെ സപ്തദാനങ്ങൾ എന്നിലേക്ക് വർഷിക്കണമേ. കർത്താവേ, അവിടുത്തെ സപ്താത്മാക്കളാൽ എന്നെ മുദ്ര ചെയ്യണമേ. ദൈവത്തിൻ്റെ വചനം പറയാ, നിങ്ങൾ തീഷ്ണമായി അഭിലഷിക്കുവിൻ ആത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി. ഈശോ പറഞ്ഞില്ലേ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വചനത്തിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നാളെ മാത്രമല്ല, തുറന്നുള്ള ദിനങ്ങളിലും എല്ലാ ദിവസവും ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ തീവ്രമായി അഭിലഷിക്കണം. നമ്മൾ അതിനു വേണ്ടി ദാഹിക്കണം. രണ്ടാമത് നമ്മൾ ഒരുങ്ങേണ്ടത് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം. പ്രാർത്ഥനയിൽ നമ്മൾ അലസരാകരുത്, മടിയരുത്, അനാസ കാണിക്കരുത്. നമുക്കതിൽ അലസത ഉണ്ടാകരുത്. തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? ആത്മാവിൻ്റെ സപ്തദാനങ്ങൾക്ക് വേണ്ടി. ദൈവത്തിൻ്റെ സപ്താത്മാക്കളാൽ നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബങ്ങൾ നിറയാം. നമ്മുടെ കുടുംബങ്ങൾ ഇങ്ങനെ പോയാൽ മതിയോ? എന്തുമാത്രം പ്രതിസന്ധികൾ നമ്മുടെ കുടുംബങ്ങളിൽ. നിസാര കാര്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിൽ കലഹങ്ങൾ, കുടുംബത്തിൽ ബഹളം, പലവിധത്തിലുള്ള അസ്വസ്ഥതകൾ, കലുഷിതമായ അവസ്ഥകൾ. പല സഹോദരിമാരും പറയാറുണ്ട്, ഒരു ദിവസം പോലും കരയാതെ ഉറങ്ങാൻ പറ്റുന്നില്ല. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞങ്ങ് തുടങ്ങും, പിന്നെ ബഹളമാണ്, വഴക്കാണ്, ആകെ അസ്വസ്ഥതയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾ കടന്നു വരണ്ടേ? പ്രാർത്ഥിക്കണം, കുടുംബമായി പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നാളെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് നിങ്ങൾ ടെലിവിഷന് മുമ്പിൽ ഇരിക്കണം. നിങ്ങൾ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയോ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് തീഷ്ണമായി പ്രാർത്ഥിച്ചുരങ്ങണം. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹാലേലൂയ. അപ്പോൾ ഒരു അഭിഷേകത്തോടെ പറഞ്ഞേ, ഹാലേലൂയ. യേശുവേ നന്ദി. നമുക്കറിയാം, പൗലോസ് ശ്ലീഹ ഈ 7 വിശുദ്ധ ദാനങ്ങളും 9 കൃപാവരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ഒരുപോലെ നിറയപ്പെട്ട കർത്താവിൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തലനായിരുന്നു പൗലോസ് ശ്ലീഹ. അപ്പോസ്തലന്മാർക്കൊക്കെ അതുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? പൗലോസ് ശ്ലീഹ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അവിടെ 11-12 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ച്, സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങൾ അറിയിക്കുന്നു. കാരണം മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതെന്നെ പഠിപ്പിച്ചതല്ല. യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അതെനിക്ക് ലഭിച്ചത്. അത് എന്നെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ പുസ്തകം വായിച്ച് പഠിച്ചതല്ല.
ഏതെങ്കിലും പ്രസംഗം കേട്ട് പഠിച്ചതല്ല, ആരെങ്കിലും എന്നെ പഠിപ്പിച്ചതല്ല. കർത്താവായ യേശു നേരിട്ട് എന്നെ പഠിപ്പിച്ചാണ് ഈ അറിവുകൾ. ക്രിസ്തു രഹസ്യത്തെക്കുറിച്ച്, കർത്താവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തെക്കുറിച്ച്, വീണ്ടും വരുവനെക്കുറിച്ച്, സ്വർഗാരോഹണത്തെക്കുറിച്ച്, സഭയെക്കുറിച്ചുള്ള ആഴമേറിയ രഹസ്യങ്ങൾ പൗലോസിലേക്ക് എങ്ങനെയാണ് ലഭിച്ചത്? കർത്താവായ യേശു തന്നെ നേരിട്ട് ഇതിനെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് ഈ അറിവ് കിട്ടാൻ വേണ്ടി, ഈ ദാനങ്ങൾ കിട്ടാൻ വേണ്ടി പൗലോസ് എന്താ ചെയ്തത്? 1:17 വായിച്ച ഗലാത്യ. മറിച്ച് ഞാൻ അവിടെ പറയുകയാണ്, അറേബ്യയിലേക്ക് പോവുകയും ദമസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, 3 വർഷക്കാലം പൗലോസ്ലീഹ അറേബ്യയിലെ ആ മരുഭൂമിയിലായിരുന്നു. 3 വർഷക്കാലം മറ്റെല്ലാറ്റിൽ നിന്നും മാറി അകന്ന് നിന്ന് ഈ വെളിപാടുകൾ, ഈ അറിവുകൾ കിട്ടുവാൻ വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയായിരുന്നു. അങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ച പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കർത്താവായ യേശു ഡയറക്റ്റായിട്ട് ഈശോ പ്രത്യക്ഷപ്പെട്ട് കാണും. ഡയറക്റ്റായിട്ട് ഈ കൃപാവരങ്ങളും ആത്മാവിൻ്റെ ദാനങ്ങളെല്ലാം സമർത്ഥമായി കൊടുത്തു. ഈ സപ്തദാനങ്ങളിലൂടെ സ്വർഗീയ രഹസ്യങ്ങൾ, സഭയെക്കുറിച്ചുള്ള ആഴമേറിയ രഹസ്യങ്ങളെല്ലാം പൗലോസിന് ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കണം, പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. ഈ സപ്തത ഇതില്ലെങ്കിൽ നമ്മൾ കണ്ടു, ഈ കാലഘട്ടത്തിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല. നമ്മൾ കൃപയിൽ വീണു പോകും. ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ എന്തുമാത്രം വിശുദ്ധിയും കൃപയും അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ സപ്തദാനങ്ങളിൽ നിറഞ്ഞ് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ പിശാച് നമ്മെ തട്ടിവീഴ്ത്തു സഹോദരങ്ങളെ. കാരണം അവൻ പ്രബലപ്പെട്ടിരിക്കുന്ന കാലമാണ്. ചുരുങ്ങിയ സമയം അവശേഷിക്കുന്നുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 1:14 പറയുന്നില്ലേ, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങപ്പെട്ട ആ സമൂഹത്തിലേക്കാണ് ആത്മാവ് ഇറങ്ങി വന്നത്. ആക്സ് 2:4 പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവർ അഭിഷേകം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇപ്പോൾ തൊട്ടങ്ങ് തുടങ്ങിക്കോ. നാളെ പരിശുദ്ധ ജപമാല ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, നന്നായി ഒരുങ്ങി, പറ്റുന്നവരൊരു സമ്പൂർണ്ണ ജപമാല ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി അമ്മയോടൊപ്പം അമ്മ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് വേണം നാളത്തെ ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടിയുള്ള അഭിഷേക ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരുങ്ങേണ്ടതിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യം നിരുപാധികം ക്ഷമിക്കണം. ക്ഷമിക്കാത്ത ഒരു ജീവിതത്തിലേക്കും ആത്മാവിൻ്റെ ദാനങ്ങൾ കടന്നു വരികയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾ വെളിപ്പെടുകയും നിരുപാധികം ക്ഷമിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് പല ന്യായീകരണങ്ങൾ പറയാനുണ്ടാകും. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയാം, നിനക്ക് എന്തുകൊണ്ട് ദ്രോഹം ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ? കർത്താവിൻ്റെ കുരിശിലോട്ട് നിങ്ങൾ നോക്കിക്കേ. ഈ കുരിശിലോട്ട് നിങ്ങൾ നോക്കിക്കേ. കർത്താവ് കുരിശിൽ കിടന്ന്, പിതാവേ അവർ ചെയ്തത് എന്തെന്ന് അവർ അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച നിമിഷത്തിൽ കർത്താവിൻ്റെ മുറിവേറ്റ പാദങ്ങൾക്കടിയിൽ പിശാചിൻ്റെ തല തകർക്കപ്പെട്ടു. എപ്പോഴാണ് സാത്താൻ്റെ തല തകർന്നത്? ഈശോ സ്നേഹിച്ച് ക്ഷമിച്ചു പ്രാർത്ഥിച്ചു. നിരുപാധികം ക്ഷമിക്കുക. നമുക്ക് ആരോടും പരിഭവങ്ങൾ വേണ്ട, പിണക്കം വേണ്ട, ശത്രുത, കലഹം ഒന്നും വേണ്ട. പൂർണ്ണമായും ക്ഷമിക്കണം ഈശോയുടെ നാമത്തിൽ. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ഒരു പ്രയോജനമില്ല. ക്ഷമിക്കാത്ത ജീവിതങ്ങളിലേക്ക് ആത്മാവിൻ്റെ കൃപാദാനങ്ങൾ കടന്നു വരികയില്ല. 1 സാമുവേൽ 15:23 പഠിപ്പിക്കുന്നു, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്. കലഹം, വെറുപ്പ്, വൈരാഗ്യം, മാത്സര്യം, വിദ്വേഷം, മർക്കടമുഷ്ടി, വിഗ്രഹാരാധന പോലെയും അങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങുകയില്ല. വീണ്ടും ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം അവിടെ 15-16 ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ, മാത്സര്യത്തിൻ്റെ, വെറുപ്പിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. സഹോദരങ്ങളെ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ വ്യഭിചാരം ചെയ്തിട്ടോ, നമ്മൾ ബാങ്ക് കവർച്ചയ്ക്ക് പോയിട്ടോ, ചിലപ്പോൾ അബോർഷൻ ചെയ്തിട്ടോ, അല്ലെങ്കിൽ നമ്മൾ മദ്യപിച്ചിട്ടാകണമെന്നില്ല. നമ്മുടെ മനസ്സിൽ ആരോടെങ്കിലും ഒരു ചെറിയ നീരസമോ വിദ്വേഷമോ വെറുപ്പോ വരുമ്പോൾ ആ സമയം ഈ കൃപയുടെ ഒഴുക്കങ്ങ് ബ്ലോക്ക് ആവുകയാണ്, അത് കട്ടായി പോവുകയാണ്. അതുകൊണ്ട് നിരുപാധികം ക്ഷമിക്കണം.
നാലാമത്, ദൈവവചനത്തെ സ്നേഹിക്കുകയും വചനത്തിൽ ജീവിക്കുകയും വേണം. ഇത് പ്രായോഗികമായ കാര്യങ്ങളാണ് സഹോദരങ്ങളെ. ദിനംതോറും ആത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ, കൃപാവരങ്ങളിൽ നമ്മൾ നിറഞ്ഞ് ജീവിച്ച് വളരണമെങ്കിൽ വചനത്തെ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് ദൈവവചനത്തെ ചങ്കായി സ്നേഹിക്കണം. ദൈവവചനത്തെ സ്നേഹിക്കുകയും വചനം ഭക്ഷിച്ച്, വചനം വായിച്ച്, വചനം ഭക്ഷിച്ച് 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 വചനത്തിൽ ജീവിക്കണം. 81-ാം സങ്കീർത്തനം 10-ാം വചനം പറയുന്നു, നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച്, നമ്മൾ ദിവസത്തിൽ 3-4 പ്രാവശ്യം ആഹാരം കഴിക്കുന്ന പോലെ നിങ്ങൾ ദിവസത്തിൽ പല പ്രാവശ്യം വചനം ഭക്ഷിക്കുക. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നിങ്ങൾ വായിക്കുക, സുവിശേഷങ്ങൾ വായിക്കുക. ഈ തിരുവചനങ്ങളിലൂടെ ആത്മാവിൻ്റെ വിശുദ്ധ ദാനങ്ങൾ നമ്മളിൽ നിറയും, കൃപാവരങ്ങൾ നിറയും. വചനത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? സുഭാഷിതങ്ങൾ 16:20 പറയുകയാണ്, അവർക്ക് ഉത്കർഷമുണ്ടാവും, കൃപാവരങ്ങളിൽ അവർക്ക് വളർച്ചയുണ്ടായിരിക്കും, ആത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ അവർ ഉത്കർഷം നേടും. നമ്മൾ ഇതൊന്നും വേണ്ട വിധം ഒരുങ്ങുന്നില്ല, നമ്മൾ പലപ്പോഴും ചെയ്യുന്നില്ല. അതിനാൽ തന്നെ ഈ വിശുദ്ധ ദാനങ്ങൾ നമ്മിൽ പ്രകാശിതമാകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഈ ദിവ്യദാനങ്ങളാൽ നമ്മുടെ ജീവിതങ്ങൾ പ്രകാശിതമാകാത്തതിൻ്റെ കാരണം സഹോദരങ്ങളെ, ഈ വേണ്ട വിധത്തിൽ നമ്മൾ അതിനെ ഒരുങ്ങുകയോ നമ്മൾ പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യുന്നില്ല. 5-ാമത് നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധ ജീവിതമാണ്. വിശുദ്ധ ജീവിതത്തിലാണ് ആത്മാവിൻ്റെ ഈ സപ്തദാനങ്ങൾ വസിക്കുന്നത്. വിശുദ്ധമല്ലാത്ത അശുദ്ധ ജീവിതത്തിൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കില്ല. കാരണം പരിശുദ്ധാത്മാവ് ഹോളിയാണ്, ഹോളി സ്പിരിറ്റാണ്, പരിശുദ്ധാത്മാവാണ്. പൗലോസ് റോമാക്കാർക്ക് ഇത് ലേഖനം 1:14 അവിടെ എന്താ പറയുന്നത്? വിശുദ്ധിയുടെ ആത്മാവിനു ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശുദ്ധിയുടെ ആത്മാവിനെ ചേർന്ന വിധം നമ്മൾ ജീവിക്കണം. അപ്രകാരം ജീവിക്കുന്നവരിലാണ് ആത്മാവിൻ്റെ സപ്തദാനങ്ങൾ നിറയെ. നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണം. അതുകൊണ്ട് ആന്തരികമായി വിശുദ്ധീകരണം ഉണ്ടാവണം, ബാഹ്യമായി നിങ്ങൾ വിശുദ്ധീകരിക്കണം. നന്നായി നാളെ നിങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത്, നിങ്ങൾ ഇരിക്കുന്ന TV മുറിയും പ്രാർത്ഥനാ മുറിയൊക്കെ നന്നായി വൃത്തിയാക്കി, നന്നായി ക്ലീൻ ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെഴുകുതിരികൾ കത്തിച്ച്, പരിശുദ്ധ ജപമാല കൈകളിൽ പിടിച്ച്, പരിശുദ്ധ ബൈബിൾ അവിടെ കൃത്യമായി നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആ പ്രതിഷ്ഠിച്ചുകൊണ്ട് നാളെ നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഇവിടുന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുട്ടുകുത്തിയും എഴുന്നേറ്റ് നിന്നും കരങ്ങൾ ഉയർത്തിയും കരങ്ങളടിച്ചും നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. നമ്മളെ വിശുദ്ധീകരിക്കണം, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണം, ആന്തരികമായും ബാഹ്യമായും. സഭാപ്രസംഗന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വചനം പറയുകയാണ്, നിന്റെ വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ. അതെന്താ? പ്രസാദവരത്തിൻ്റെ വസ്ത്രമാണ്. നിന്റെ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത്. ഈ എണ്ണ എന്താ? അഭിഷേകം, ഇസ് അനോയിന്റിങ്. അത് ആത്മാവിൻ്റെ അഭിഷേകമാണ്, അഭിഷേക തൈലമാണ്. നിന്റെ ജീവിതത്തിൽ എപ്പോഴും ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാകണം. നിന്റെ വസ്ത്രം അത് ശുഭ്രമായിരിക്കണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ അതാണ് ഹോളി ലിവിങ്, ഒരു വിശുദ്ധ ജീവിതം. വിശുദ്ധിയുടെ ആത്മാവിനെ ചേരാത്തതെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. അവിടെ സഹനമുണ്ട്, ചിലപ്പോൾ അവിടെ വേദനയുണ്ട്, ചിലരോട് നോ പറയേണ്ടി വരും, ചില കാര്യങ്ങൾ ബോധപൂർവ്വം ഉപേക്ഷിക്കേണ്ടി വരും സഹോദര. കാരണം നമ്മൾ ഉപേക്ഷിക്കുന്ന എന്താണോ അതിനേക്കാൾ എത്രയും വിലപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നമ്മുടെ അങ്കി നമ്മൾ വൃത്തിയാക്കണം, നമ്മുടെ ജീവിതത്തെ വൃത്തിയാക്കണം, നമ്മൾ ശുദ്ധീകരിക്കണം. മറ്റൊരു 6-ാമത്തെ ഒരു പ്രത്യേകമായി ഒരുക്കുമ്പോൾ റിപ്പൻറ്റൻസ്, അനുദപിക്കണം. നമ്മൾ അനുതാപം ഉണ്ടാകണം. പലപ്പോഴും നമുക്ക് വേണ്ടത് അനുതാപമില്ല, നമുക്ക് പാപങ്ങളെക്കുറിച്ചുള്ള അനുതാപമില്ല. നമ്മൾ വചനത്തിൽ കണ്ടു വിനാശകരമായി ദൈവഭയത്തിന് ആത്മാവിൽ നമ്മൾ കണ്ടത് വിശുദ്ധ സ്ഥലങ്ങളിൽ പലപ്പോഴും നമ്മൾ ദൈവനിന്ദയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനമില്ലാതെ, ആദരവില്ലാതെ നമ്മൾ റിപ്പൻറ്റ് ചെയ്യണം. പലപ്പോഴും നമ്മൾ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്, അശുദ്ധ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്.
പലപ്പോഴും നമ്മൾ നമ്മുടെ നാവിനെ വേണ്ട വിധം നമ്മൾ കൃപയിൽ സൂക്ഷിച്ചിട്ടില്ല. നമ്മുടെ ചിന്തകളിൽ, വികാരങ്ങളിൽ പലപ്പോഴും വിശുദ്ധിയുടെ ആത്മാവിനെ ചേരാത്തത് സംഭവിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, റിപ്പൻറ്റ് ചെയ്യാൻ ആത്മാവ് പറയുകയാണ്, അനുദപിക്കുക, ഞാൻ എൻ്റെ വിശുദ്ധ ദാനങ്ങൾ നൽകും. ലൂക്കായുടെ സുവിശേഷം 13:5 എന്താ വചനം പറയുന്നത്? അനുദപിക്കുന്നില്ലെങ്കിൽ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. ആത്മാവിൻ്റെ മുന്നറിയിപ്പാണ്. അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. മറ്റൊരു മുന്നറിയിപ്പാണ് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 5-ാമത്തെ വചനം. നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപതിച്ചെന്ന് ചിന്തിക്കുക. അനുദപിച്ച്, എല്ലാവരും ഒന്ന് പറഞ്ഞ് അനുദപിച്ച്. അല്പം ഉച്ചത്തിൽ പറഞ്ഞ് അനുദപിച്ച്. ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ശക്തമായ മുന്നറിയിപ്പാണ് കർത്താവ് കൊടുക്കുന്നത്. ശക്തമായ മുന്നറിയിപ്പ്. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ഞാൻ നിന്റെ ദീപപീഠം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ കട്ട് ചെയ്ത് കളയും, റിമൂവ് ചെയ്യും, നീക്കിക്കളയും. അങ്ങനെയാണ് അനേകം ശുശ്രൂഷകൾ ഇന്ന് കെട്ടുപോയി. ഇന്ന് പല ശുശ്രൂഷകൾ ഇന്ന് ഇല്ല പ്രിയപ്പെട്ടു. അത് റിമൂവ് ചെയ്യപ്പെട്ടു. കർത്താവ് മാറ്റിക്കളയുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അനുതാപം വേണം. നമ്മുടെ കുടുംബങ്ങൾ തകരാതിരിക്കാൻ, സഭ തളരാതിരിക്കാൻ, നമ്മുടെ കൂട്ടായ്മകൾ തളരാതിരിക്കാൻ, നമ്മുടെ തലമുറ നശിക്കാതിരിക്കാൻ അനുതാപ ഹൃദയത്തോടെ, നല്ലൊരുക്കത്തോടെ ദൈവസന്നിധിയിലോട്ട് വരണം. ഹല്ലേലൂയ. മറ്റൊരു ഒരുക്കമാണ്, നമ്മൾ പരിശുദ്ധ കുംഭസാരം നടത്തണം. നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും നിങ്ങൾ കുംഭസാരിക്കണം. ഇനി അതിന് പറ്റാത്തവരെ കർത്താവിൻ്റെ സന്നിധിയിൽ അനുതാപ ഹൃദയത്തോടെ പാപങ്ങൾ ഏറ്റുപറയണം. ഇത് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ച് നിസ്സാരമായി കാണരുത്. സഹോദരങ്ങൾ, പലപ്പോഴും നമ്മൾ കാണിക്കുന്നതിൽ ഉപേക്ഷകളാണ് പിന്നീട് നമുക്ക് തകർച്ചയായിട്ട് മാറുന്നത്. ഉപേക്ഷ കാണിക്കരുത്, അനാസ്ഥ കാണിക്കരുത്, നമ്മൾ അശ്രദ്ധ കാണിക്കരുത്. ജാഗ്രത വേണം. ഇത് ദൈവാത്മാവിൻ്റെ ആലോചനയാണ്. പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. അവിടുത്തെ വിശുദ്ധ ദാനങ്ങളാൽ നമ്മെ സമ്പന്നമാക്കുവാൻ ഇത് ആത്മാവിൻ്റെ ശബ്ദമാണ്. സഹോദരങ്ങളെ, ഈശോ തന്നെയാണ് നമ്മോട് സംസാരിക്കുന്നത്. നല്ല കുംഭസാരം നടത്തുക. എല്ലാ ദിവസവും തന്നെ കുംഭസാരിച്ച് എത്ര വിശുദ്ധാത്മാക്കളുണ്ട്. വിശുദ്ധ ബ്രിജിത്ത്, 9-ാം പീസ് മാർപ്പാപ്പ, വിശുദ്ധ ഫിലിപ്പ് നേരി, അങ്ങനെ അനേകം വിശുദ്ധാത്മാക്കൾ എന്നും കുംഭസാരിച്ചതാണ്. നമ്മൾ ആ വരപ്രസാദത്തിലായിരിക്കണം. നമ്മൾ പരിശുദ്ധ കുംഭസാരം നല്ലതുപോലെ ഒരുങ്ങി അനുതാപത്തോടെ നമ്മൾ കുംഭസാരം എന്ന കുദാശ സ്വീകരിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? 1, നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. 2, ഉയർന്ന പ്രസാദവരം നമുക്ക് ലഭിക്കുന്നു. പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ അതിലൂടെ ലഭിക്കുന്നു. 3, ശാരീരികവും മാനസികവുമായ സൗഖ്യം കിട്ടുന്നു, ഹീലിംഗ് ഉണ്ടാകുന്നു, ഡെലിവറൻസ് ഉണ്ടാകുന്നു. 4, പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള യോഗ്യത കിട്ടുന്നു. ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ ഈശോയുടെ രക്തശരീരങ്ങൾ സ്വീകരിക്കാൻ യോഗ്യത കിട്ടുന്നു. 5, നിത്യജീവനിലേക്കുള്ള പ്രവേശനം നമുക്ക് കിട്ടുകയാണ്. എത്ര ശ്രേഷ്ഠമായ കുദാശയാണ്. കുമ്പസാരിച്ച് നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വരണം നാളത്തെ ഈ സപ്തദാനങ്ങൾക്കുള്ള അഭിഷേക ആരാധനയിൽ. 8ാമത് പരിശുദ്ധ കുർബാനയാണ്. സഹോദരങ്ങളെ, ദിവ്യകാരുണ്യത്തെ നിങ്ങൾ സ്നേഹിക്കണം. നമ്മൾ പരിശുദ്ധ കുർബാനയുടെ മനുഷ്യരായിട്ട് മാറണം. എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് നമ്മുടെ കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഉൾക്കൊള്ളണം. കുടുംബമായി നിങ്ങൾ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ ശ്രദ്ധിക്കണം. ഒരു ദിവസം പോലും അത് ഭക്ഷിക്കാതിരിക്കരുത്. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6:55, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. നമ്മളിത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഈശോ പറഞ്ഞ എന്താണ്? യോഹന്നാൻ 6:53, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. സഹോദരങ്ങളെ, ആത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ നമ്മൾ ദിനംതോറും വളരുവാനും ഈ ദാനങ്ങൾ നമ്മിലൂടെ വെളിപ്പെടുവാനുമായി നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ജീവിതങ്ങളാകണം. ദിവ്യകാരുണ്യത്തെ കെട്ടിപ്പിടിക്കണം. പരിശുദ്ധ കുർബാനയെ നമ്മൾ കെട്ടിപ്പിടിക്കണം. നമ്മൾ ഹല്ലേലൂയ പറഞ്ഞേ. ഇതെല്ലാം കൃത്യതയോടുകൂടി നമ്മൾ അനുസരിച്ചാൽ, നമ്മൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മുടെ നിത്യജീവനെ മുറുകെ പിടിച്ച്, നമ്മുടെ ആത്മരക്ഷയെ പ്രതി നമ്മളിത് പാലിച്ചാൽ, സഹോദരങ്ങളെ, ആത്മാവിൻ്റെ സപ്തദാനങ്ങൾ, കൃപാപരങ്ങൾ നമ്മിലേക്ക് പകരപ്പെടുക തന്നെ ചെയ്യും.
9-ാമത്തെ ഒരു കാര്യമാണ് നമ്മൾ സുവിശേഷ വേല പ്രേഷിതരായി മാറണം. ഈശോ പറഞ്ഞില്ലയോ അപ്പോസ്തല പ്രവൃത്തി 1:8, പരിശുദ്ധാത്മ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. നമ്മളായിരിക്കുന്ന മേഖലകളിൽ നിർഭയം കർത്താവിന് സാക്ഷ്യം നൽകണം. നമ്മൾ ഈശോയുടെ സാക്ഷികളാണ്. ഞാൻ നിങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ വിളിക്കുകയാണ്. കുടുംബമായി നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ദൈവവേല ചെയ്യണം. ടീം ഷെക്കേനയിൽ അങ്ങനെ പല കുടുംബങ്ങളുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ടാണ് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നത്, കർത്താവിൻ്റെ വേല ചെയ്യുന്നത്, സുവിശേഷ പ്രവർത്തനങ്ങൾ വ്യാപരിക്കുന്നത്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച്, സഹോദരി സഹോദരങ്ങൾ ഒരുമിച്ച്, അതെന്തൊരു ആനന്ദമാണ്. കുടുംബങ്ങളിലേക്ക് കൃപ കടന്നു വരണം, കുടുംബങ്ങളിലേക്ക് അഭിഷേകം വരണം. നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങൾ നമ്മളിലുണ്ടാകും. കൃപാദാനങ്ങൾ പെരുമഴ പോലെ നമ്മുടെ മേൽ പെയ്തിറങ്ങും. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച ഈ 7 വിശുദ്ധ ദാനങ്ങൾ നമ്മളിൽ ആക്റ്റീവാകും, നമ്മളിൽ വെളിപ്പെടും. അത് നമ്മളിൽ കൂടുതൽ കത്തി ജ്വലിക്കാൻ തുടങ്ങും. ഇപ്പോൾ സുവിശേഷ വേല, ഈശോയെക്കുറിച്ച് പറയുക, വചനം കൊടുക്കുക, അനേകരെ ആത്മരക്ഷയിലേക്ക് നയിക്കുക. നമ്മുടെ വിളി അതാണ്, ആത്മാക്കളുടെ രക്ഷയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുവിശേഷ വേല ചെയ്യണം. സമ്പത്ത് കൊണ്ട് നിങ്ങൾ സുവിശേഷ വേല ചെയ്യും. കർത്താവിൻ്റെ മിനിസ്ട്രികളെ സപ്പോർട്ട് ചെയ്യുക. പണമില്ലാത്തത് കൊണ്ട് ദൈവരാജ്യ ശുശ്രൂഷകൾ തളർന്നു പോകരുത്, നിർബന്ധമായിരിക്കണം നമുക്ക്. ഇത് ദൈവ സാമ്പത്തികമായി അനുഗ്രഹിച്ച പലരും ഇതിനകത്തിരിപ്പുണ്ട്. ജീവിക്കാൻ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം സൗകര്യങ്ങൾ നൽകിയ അനേകർ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എൻ്റെ അപ്പച്ചന്മാർ, അമ്മച്ചിമാരെ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവം തന്ന സമ്പത്ത് കൊണ്ട് സുവിശേഷ വേല ചെയ്യും. സാധ്യത കൊണ്ട്, കഴിവുകൾ കൊണ്ട്, അവസരം കൊണ്ട്, നമ്മുടെ സ്വാധീനങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തെ വിസ്തൃതമാക്കണം. കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്തണം. കർത്താവിനായ അനേകം ആത്മാക്കളെ നമ്മൾ വീണ്ടെടുക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. അവസാനമായി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നന്ദിയുള്ളവരാകണം. നന്ദിയുടെ ആത്മാവിൽ നമ്മൾ ജീവിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, നന്ദിയില്ലാത്ത കൃതജ്ഞരിൽ, നന്ദിയില്ലാത്തവരിൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാവിന് വളരെ വേദനയുള്ളതാണ് ഈ നന്ദിയില്ലാത്ത അവസ്ഥ. നന്ദി കെട്ടവരെന്ന് പറയില്ലേ, അത് അപകടമാണ്. നന്ദിയോടെ നമ്മൾ എല്ലാറ്റിനും നന്ദി പറയുക. തകർച്ചയാവട്ടെ, ഉയർച്ചയാകട്ടെ, പ്രതിസന്ധി ആവട്ടെ, പ്രശ്നങ്ങളാകട്ടെ, വിജയമാകട്ടെ, പരാജയമാകട്ടെ, ദുഃഖമാകട്ടെ, ആനന്ദമാകട്ടെ, സഹനമാകട്ടെ, വിടുതലാകട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ ജീവിതം ഒരു നന്ദിയുടെ, ഒരു കൃതജ്ഞതയുടെ ജീവിതമാകണം. എല്ലാറ്റിനും ഓർത്ത് പലരും ഒരുപാട് പ്രതിസന്ധിയിലാണ്, ജീവിതത്തിന് വിപരീതമായ സാഹചര്യങ്ങളിലാണ് അനേകർ ജീവിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, നമ്മുടെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നന്ദിയുടെ ആത്മാവ് എല്ലാറ്റിനോടത്ത് നന്ദി പറയുക. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല, പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. പരിശുദ്ധ വചനം പറയുന്നു, പൗലോസ് തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5:18, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുവേൻ. വീണ്ടും എഫേസസ് 5:20 ആ വചനം ശ്രദ്ധിച്ച് നിങ്ങൾ എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുവേൻ. സഹോദരങ്ങളെ, ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി വേണം നാളത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും തുടർന്നുള്ള നമ്മുടെ ദിവസങ്ങളിൽ. ഇത് ഒരാഴ്ചയ്ക്കോ 2 ആഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ള നിർദ്ദേശമല്ല. തുടർന്നുള്ള നാളുകളിൽ നമ്മളിത് വളരെ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, ആത്മാവ് നമ്മെ പഠിപ്പിച്ച, നമുക്ക് നിർദ്ദേശിച്ച ഈ കാര്യങ്ങൾ വിശ്വസ്തയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. നിശ്ചയമായും ആത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ കത്തിജ്വലിക്കുന്ന, തീ പിടിച്ച ആത്മാക്കളായി നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ സമൂഹത്തെയും, നമ്മുടെ സഭയെയും പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. നമുക്കതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഞാൻ സൂചിപ്പിച്ചതുപോലെ നാളത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ വരുമ്പോൾ സാധിക്കുന്ന എല്ലാവരോടും നിങ്ങൾ പങ്കുവെക്കണം. അനേകർക്ക് നിങ്ങൾ ഈ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. നാളത്തെ ഈ അഭിഷേക ആരാധന ശുശ്രൂഷയിൽ 1000, 10,000 കൂട്ടമായിരിക്കണം. നമ്മൾ മനസ്സിലാക്കുക, എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. അതിന് നന്ദിയുള്ളവരായി കൃതജ്ഞതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തെ അങ്ങനെ ആത്മീയമായിട്ട് അലങ്കരിക്കുക.
സാധിക്കുന്നവരൊക്കെ ദേവാലയത്തിലേക്ക് പോകുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് നമ്മൾ ആ ഒരു 1-1.5 മണിക്കൂർ സമയം, അത് കഴിഞ്ഞത് നമ്മൾ ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ടോ, പക്ഷേ അത് ത്യാഗമായി ഈശോയെ പ്രതി നമ്മളത് അല്പം ഒരു ത്യാഗമെടുത്ത് വില കൊടുത്ത് നമ്മൾ അപ്രകാരം ദൈവസന്നിധിയിലായിരുന്നാൽ അതൊരു ബ്ലെസ്സിങ് ആണ്. തമാശയായിട്ട് കാണരുത്. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ കുടുംബത്തോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പം സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും ഷെക്കേന കുടുംബത്തിലേക്ക് സ്വാഗതമാണ്. ദൈവം ചെയ്ത ഈ പ്രവർത്തികൾ നിങ്ങളോട് വന്ന് കാണണം. ബഹുമാനപ്പെട്ട ഷാർലോച്ചൻ വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ സമയത്ത് നമ്മോട് പറഞ്ഞതാണത്. നമുക്ക് കയറി വരുമ്പോൾ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുസ്വരൂപമുണ്ട്, അവിടെ അമ്മമാതാവ് അരികിലുണ്ട്. ഒപ്പം തന്നെ നമുക്ക് 24 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ ആരാധന ശുശ്രൂഷയാണ്. ഷെക്കേന മീഡിയ കോംപ്ലക്സിൻ്റെ സെൻട്രൽ പൊസിഷനിലാണ് രാജാതി രാജാവായി ഈശോ എഴുന്നള്ളി ഈ മീഡിയ മൊത്തം കർത്താവ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് കർത്താവിൻ്റെ കരം കൊണ്ടും പരിപാലന കൊണ്ടും വിശ്വസ്തത കൊണ്ടും മാത്രം മുന്നോട്ട് പോകുന്ന മാധ്യമ ശുശ്രൂഷയാണ് ഷെക്കേന ന്യൂസ്. അതുകൊണ്ട് നിങ്ങൾ 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു 4-5 ദിവസങ്ങൾ, ഒരാഴ്ചയൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ദിവ്യാന സന്നിധിയിൽ പ്രാർത്ഥിക്കുക. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേൾഡ് ഇവാഞ്ചലിസം, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിയാനി മിഷൻ കർത്താവിൻ്റെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരൻ നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ടീം ഷെക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലുള്ള മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിനുള്ള വലിയൊരു അവസരമാണത്. നിങ്ങൾ ആരും അത് പ്രിയപ്പെട്ടവരെ അത് കാണാതെ പോകരുത്. ദൈവം തരുന്ന അവസരങ്ങളാണ്. എപ്പോഴും അവസരം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് ഈശോയുടെ നാമത്തിൽ വെൽക്കം ചെയ്യുകയാണ്. ദിവ്യകാണ്ട് സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാം. ഷെക്കേനയുടെ ആ ചാപ്പല് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. കണ്ടോ ഇതാണ് നമ്മുടെ ചാപ്പൽ. കണ്ടോ ഈശോ രാജാവ് എഴുന്നള്ളിയിരിക്കുന്നു. കണ്ടോ നിങ്ങൾ, പരിശുദ്ധ കുർബാനയായി നമ്മുടെ കർത്താവ് എഴുന്നള്ളിയിരിക്കുക. ഇവിടെ ഇടമുറിയാതെ 24 മണിക്കൂറും പ്രാർത്ഥനകൾ, സ്തുതികൾ, ആരാധനകൾ ഉയരുന്നു. നിങ്ങൾ കടന്നു വരിക. നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. സഭയെ പടുത്തുയർത്താം. അനേകം ആത്മാക്കളെ വീണ്ടെടുക്കാം. ലോകത്തെ വിശുദ്ധീകരിക്കാം. ഈ തലമുറയെ നമുക്ക് സുവിശേഷവൽക്കരിക്കാം. ഈശോ, ആമേൻ. പരിശുദ്ധൻ പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഈ പരിശുദ്ധ കുർബാനയായി ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ഈ ചാപ്പലിലോട്ട് വന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. ഒരു 2 ദിവസം നിങ്ങൾ ഇങ്ങോട്ട് വരിക, കുടുംബമായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വരുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ ഷെക്കേനയുടെ ഓഫീസിൽ വിളിച്ച് പറയണമെന്ന് മാത്രം. നമുക്ക് ഇവിടെ പറ്റുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി നമുക്ക് ഇവിടെ താമസിച്ച് സ്റ്റേ ചെയ്ത് ഈശോയെ ആരാധിച്ച് ഈ നിയോഗങ്ങൾക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് പരിശുദ്ധ അമ്മ മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ഒരു ചാപ്പലുണ്ട്. നിങ്ങൾ അവിടെ വന്ന് ജപമാല ചൊല്ലുക. പരിശുദ്ധ ജപം ഈ തൃശ്ശൂരും മറ്റ് അടുത്തുള്ള ജില്ലകളിലും അങ്ങനെ പ്രദേശങ്ങളിലുള്ളവർ, ഇനി ദൂരെയുള്ളവരാണെങ്കിൽ പോലും, ഇനി വിദേശത്തുള്ളവർ, നിങ്ങൾ വെക്കേഷന് ഹോളിഡേക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ ഷെക്കേനയുടെ ഈ ന്യൂസ് മീഡിയ ഈ കോംപ്ലക്സ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. 1-2 ദിവസം കൂടെ സ്റ്റേ ചെയ്യണം. സഹോദരങ്ങളെ, അമ്മ മാതാവിൻ്റെ ചാപ്പലിൽ അമ്മയോടൊപ്പം ഇരുന്ന് അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമ്മൾ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലോക സുവിശേഷവൽക്കരണത്തിന്, തിരുസഭയ്ക്ക്, സഭയുടെ നന്മയ്ക്ക്, വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ വിയാനി മിഷൻ കർത്താവിൻ്റെ വൈദികർക്ക് വേണ്ടി, ടീം ഷെക്കേനയ്ക്ക് വേണ്ടി, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റ് നിയോഗങ്ങൾക്ക് വേണ്ടിയെല്ലാം നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അത് വലിയ പവറാണ്. ഇപ്പോൾ നമ്മൾ ആ ജപമാല ചാപ്പല് നിങ്ങളിന്ന് കാണിക്കുകയാണ്. ഇതാണ് ഷെക്കേന ന്യൂസ് മീഡിയ കോംപ്ലക്സിലെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായിരിക്കുന്ന അമ്മ മാതാവിൻ്റെ ചാപ്പലാണത്. ആവേ മരിയ, ആവേ മരിയ. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കണം. നിങ്ങൾ കടന്നു വരിക, സന്തോഷത്തോടെ വരണം. നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. നിങ്ങൾ ലോകത്തിന് ഏത് ദിക്കിലാണെങ്കിലും നിങ്ങൾ സമയം പോലെ സാഹചര്യം അനുസരിച്ച് നിങ്ങളിവിടെ കടന്നു വന്ന് പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കാളികളാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ മാതാവിന് ചാപ്പല് കണ്ടു സഹോദരങ്ങളെ. അമ്മയുടെ കൂടെ ഇരുന്ന് നമുക്ക് പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണ്ടേ, ആത്മാക്കളെ വീണ്ടെടുക്കണ്ടേ, സഭയെ ശക്തിപ്പെടുത്തണ്ടേ, നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികരുടെ പൗരോഹിത്യ കരങ്ങളെ ബലപ്പെടുത്തണ്ടേ, ലോകത്തെ ഇവാഞ്ചലൈസ് ചെയ്യണ്ടേ.
സഹോദരങ്ങളെ, ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ ഈ ഭവനത്തിലേക്ക്, ഷെക്കേന ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഒരിക്കൽ കൂടെ ആ ശുശ്രൂഷകൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ പലതും കാണിച്ചതാണ്, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഒരു ശുശ്രൂഷയാണ് വിയാനി മിഷൻ. നമ്മളതിൻ്റെ കാർഡ് ശ്രദ്ധിച്ച്, വിയാനി മിഷനാണ്. എന്താണ്? അഭിഷിക്തരുടെ കരങ്ങൾ തളരാതിരിക്കാൻ. കാരണം വൈദികർ തളർന്നാൽ ദൈവജനം തളരും. വൈദികരെ നശിപ്പിച്ചാൽ സഭയെ നശിപ്പിക്കാൻ പറ്റുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ അച്ഛന്മാർക്ക്, നമ്മുടെ വൈദികർക്ക് ശക്തിയാകണം, സംരക്ഷണമാകണം, കോട്ടയാകണം. ത്യാഗമെടുത്ത്, വില കൊടുത്ത്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. ടെലിവിഷനിലൂടെ, യൂട്യൂബിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ. നിങ്ങളൊരു 10-500 പേരെങ്കിലും വിയാനി മിഷനിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ വൈദികരെ ശക്തിപ്പെടുത്തണ്ടേ? നമ്മളിങ്ങനെ പോയാൽ മതിയോ? നമ്മുടെ വൈദികരുടെ കരങ്ങൾക്ക് ശക്തി പകരണ്ടേ? തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം, ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അതിനെ നിങ്ങൾ സഹായിക്കുന്ന മിഷനാണ് വിയാനി മിഷൻ. ആ ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ 96178411 വിയാനി മിഷൻ. അതുപോലെ സഹോദരങ്ങളെ, ലോക സുവിശേഷവൽക്കരണം, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി എല്ലാ ജനപദങ്ങളും കർത്താവായ യേശുവിൻ്റെ നിത്യരക്ഷ സ്വന്തമാക്കണം. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും യേശുവിനെ ഏക രക്ഷകനായി സ്വീകരിക്കണം, നാഥനായി സ്വീകരിക്കണം. അതിനെ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രയർ ടീമാണ് പ്രയർ ഇവാഞ്ചലൈസേഷൻ ടീം, PET. നിങ്ങൾ ആ നമ്പർ നോക്കി, 9417178411. ഒരു 10,000 പേരെങ്കിലും, കാരണം ഇതിൽ ചുരുങ്ങിയതൊരു ഈ ശുശ്രൂഷയിൽ 5 ലക്ഷം പേരെങ്കിലും പങ്കെടുക്കുന്നുണ്ട്. ഈ 5 ലക്ഷം പേരിൽ നിന്നൊരു 1000 പേര് വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരണം. നിങ്ങൾ പല മിനിസ്ട്രികളിലും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാകാം. എങ്കിലും സഹോദരങ്ങളെ, ഈ ആത്മീയ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകുക. പ്രയർ ഇവാഞ്ചലൈസേഷൻ ടീം. അപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി, ഇവാഞ്ചലൈസേഷന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, ഞാൻ വിയാനി മിഷന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്, ഞാൻ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? സഭയെ നമ്മൾ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തണ്ടേ? തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു 10,000-2000 പേരങ്ങ് വരണം. കാരണം ഏറ്റവും അധികം പ്രാർത്ഥന വേണ്ടത് സഭയ്ക്കാണ്. കാരണം സഭയെ നശിപ്പിക്കുവാൻ, തകർക്കുവാനാണ് ഇന്ന് പിശാച് പരിശ്രമിക്കുന്നത്. പ്രേ ഫോർ ചർച്ച്. സഭയെ പ്രാർത്ഥിച്ച് നമ്മൾ സംരക്ഷിക്കണം. സഭയ്ക്ക് വേണ്ടി കോട്ട പണിയണം. സഭയെ നമ്മൾ ബലപ്പെടുത്തണം. നമ്മുടെ കരങ്ങൾ സഭയ്ക്ക് അനുഗ്രഹങ്ങളായി മാറണം. കാരണം നമ്മൾ സഭയുടെ മക്കളാണ് സഹോദരങ്ങളെ. സ്നേഹിച്ച് പ്രാർത്ഥിക്കണം. സഭ നമ്മുടെ ചങ്കായി നമ്മൾ ഏറ്റെടുക്കണം. ഈ ആ ഫോൺ നമ്പർ നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മിനിമം ഒരു 2000 പേര്. കുറച്ച് അപ്പച്ചന്മാർ ഞാൻ കാണുന്നുണ്ട്, അമ്മച്ചിമാരെ. നിങ്ങൾ ഈ വാർദ്ധക്യ സമയങ്ങളിൽ പലരും പെൻഷൻ പറ്റിയിട്ടുള്ളവരുണ്ട്, വീട്ടിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നവരുണ്ട്. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി ജപമാല ചൊല്ലുക, കരുണക്കൊന്ത ചൊല്ലുക, ത്യാഗമെടുക്കുക. പറ്റുന്നത് പോലെയൊക്കെ നമ്മൾ പ്രായശ്ചിത്തം ചെയ്ത് തിരുസഭയെ ശക്തിപ്പെടുത്തണം. പ്രയർ ഫോർ ചർച്ച്. നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങണം. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ടീം ഷെക്കേനയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾക്ക് ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട്. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും സാമ്പത്തികമായി സഹായിച്ചും നിങ്ങൾ ഈ ശുശ്രൂഷകളെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുക. ഷെക്കേന പ്രയർ വാരിയേഴ്സ് ടീമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഒരു സ്വർഗസ്സനായ, ഒരു നന്മ നിറഞ്ഞ മറിയും, ഒരു വിശ്വാസ പ്രമാണം മതി നമ്മുടെ ശുശ്രൂഷകളെ ബലപ്പെടുത്തുവാനായിട്ട്. കാലഘട്ടത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ പരിശുദ്ധാത്മാ ജ്ഞാനത്തിൽ നിറഞ്ഞ് ജനത്തിന് നൽകുവാൻ തക്കവിധം ടീം ഷെക്കേന ഒരുങ്ങുവാനും ഒരുക്കപ്പെടുവാനും നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാവരും ഒത്തിരി നന്ദിയുണ്ട്. നാളത്തെ ശുശ്രൂഷയിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, പ്രാർത്ഥനാപൂർവം നമുക്കൊന്നിച്ച് കടന്നു വരാം. നമ്മൾ മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യേ കടന്നു വരുന്ന സമയം നമുക്കൊരുമിച്ച് ഒരു മനസ്സോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ടൊരുങ്ങാം. നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും കടന്നു വരുന്ന സമയം നമുക്കൊന്നിച്ച് ഈശോയെ ആരാധിക്കാം. അറിവിന്റെ ആത്മാവിനാൽ നമ്മൾ പൂരിതരാകുവാൻ ദിവ്യകാരുണ്യമേ ഈശോയെ സ്തുതി അവിടുത്തെ സപ്തദാനങ്ങളാൽ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആത്മാവേ ദിവ്യകാരുണ്യമേ കൃപ ചെയ്യണമേ.
സ്തുതി ആരാധന ദൈവമേ നിൻ പാദേ ഈശോയേ സമർപ്പിച്ചേകാം. കരങ്ങൾ അല്പം ഉയർത്തി നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു ഈശോയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ അവിടുത്തെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങളെ പൂരിതമാക്കുന്ന ഈശോയേ, ആരാധന 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 ആരാധന. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി ത്രിത്വമേ, നന്ദി ത്രിത്വമേ. കരങ്ങൾ കൂപ്പി സാധിക്കുന്ന എല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ച് നമുക്കൊന്നിച്ച് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്നേ ദിനം ആത്മാവ് നമ്മളെ പഠിപ്പിച്ചു അറിവിൻ്റെ ദാനത്തെക്കുറിച്ചും അവിടുത്തെ സപ്തദാനങ്ങളാൽ നമ്മളെല്ലാവരും പൂരിതരാകുവാൻ ആവശ്യമായ പ്രായോഗികമായ കാര്യങ്ങളിലേക്ക് ആത്മാവ് വെളിച്ചം വീശുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന ശുശ്രൂഷയുടെ സമാപന ദിനങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മൾ നന്നായി ഒരുങ്ങി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ ഉജ്ജ്വലിക്കുന്ന ആത്മാക്കളായി നമ്മളെല്ലാം രൂപാന്തരപ്പെടുവാൻ നമ്മൾ ഈ സമയം കർത്താവിൻ്റെ സന്നിധി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി നാളെ നമ്മൾ കേട്ടതുപോലെ ഈ സപ്തദാനങ്ങൾക്കായി ഓരോ ദാനത്തിനായി പ്രത്യേകം നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ദാഹാർത്തരായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളതിന് മുന്നോടിയായി ഈ ആരാധന ശുശ്രൂഷയിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക. ഏറ്റവും അടുത്തൊരുക്കത്തോടെ നാളത്തെ ദിനം നമ്മളെല്ലാം ദൈവസന്നിധിയിലായിരിക്കുവാൻ നമ്മുടെ സമൂഹങ്ങളെ സമർപ്പിക്കുക, സഭയെ സമർപ്പിക്കുക. നമ്മളെ ഓരോരുത്തരും ദിവ്യകാരുണ്യ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. പ്രത്യേകമായി അറിവിൻ്റെ ദാനം, പരിശുദ്ധാത്മാവ് അറിവിൻ്റെ ആത്മാവായി നമ്മളിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുവാൻ കർത്താവായ ഈശോയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ഈ സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ചുമുള്ള ആത്മീയമായ അറിവുകളിൽ നമ്മൾ ദിനംതോറും വളരുവാൻ പരിശുദ്ധാത്മാവേ, അറിവിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. ലോകപരമായ അറിവുകളല്ല പരിശുദ്ധാത്മാവേ, നശ്വരമായി ലോകത്തിന്റെ അറിവിന് വേണ്ടി ജീവിതം വ്യർത്ഥമാക്കുന്ന എല്ലാ ആത്മാക്കളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സ്വർഗത്തിന്റെ അറിവ്, ആത്മാവിന്റെ അറിവ്, നിത്യജീവനെ കുറിച്ചുള്ള അറിവ് ഞങ്ങളിൽ പ്രകാശിതമാകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി അവിടുത്തെ സപ്തദാനങ്ങൾക്കായി പ്രത്യേകമായി അറിവിന്റെ ആത്മാവിനാൽ നമ്മൾ പൂരിതരാകുവാൻ ഈ സപ്തദാനങ്ങൾ നമ്മിലേക്ക് കടന്നു വരാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ഈ സമയം നമ്മിൽ സംഭവിക്കുവാൻ, അതിനായി ഒരുങ്ങുവാൻ അടുത്തൊരുക്കത്തോടുകൂടി ഈ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപയാചിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ റൂഹായേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സപ്തദാനങ്ങളുമായി അറിവിന്റെ ആത്മാവായി ഞങ്ങളെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, തലമുറകളെ കഴുകണമേ, സഭയെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ. പരിശുദ്ധാത്മാവേ എന്നിൽ വാഴണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് ആത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ വാഴണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഓ ഹോളി
Spirit, പരിശുദ്ധാത്മാവേ, anoint us, എന്നിൽ anoint us. വാഴണമേ. എന്റെ സഹോദരങ്ങളെ, അടുത്ത ഒരുക്കത്തിനു വേണ്ടി നമ്മൾ ദാഹിച്ചു പ്രാർത്ഥിക്കുക. നാളെ നമ്മുടെ കുടുംബങ്ങൾ മുഴുവൻ സമ്മേളിക്കണം. കുടുംബങ്ങൾ മുഴുവൻ സമ്മേളിച്ച് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ കേട്ടതുപോലെ നല്ല കുമ്പസാരം നടത്തി നമ്മുടെ പാപങ്ങളെല്ലാം പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് നമ്മളതിന് വില കൊടുക്കണം. നമ്മൾ ഈശോ നൽകുന്ന പ്രസാദവരത്തിലായിരിക്കണം. അതുപോലെ സാധിക്കുന്ന എല്ലാവരും നമ്മുടെ നൈറ്റ് ഡ്രസ്സുകളൊക്കെ, നമ്മൾ രാത്രി സമയമാണ്, അതിനുശേഷം നമ്മൾ വിശ്രമിക്കാൻ പോവാണ്. അപ്പോൾ ആ നൈറ്റ് ഡ്രസ്സുകളൊക്കെ പറ്റുന്നവർ ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്ന ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നമ്മുടെ കുടുംബത്തെ ആത്മീയമായിട്ട് ഒരുക്കി, ബാഹ്യമായി നമ്മൾ ഒരുക്കി, സാധിക്കുന്നവർ നമുക്ക് ആ തിരികളൊക്കെ കത്തിച്ച് വെച്ച് നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ നാളെ നമ്മൾ ഏകദേശം 1 മണിക്കൂർ സമയം ഈ സപ്തദാനങ്ങൾക്ക് വേണ്ടി, ഓരോ ദാനത്തിനു വേണ്ടിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേകരെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമാകുവാൻ നമ്മൾ ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ നിസ്സംഗതയും മടുപ്പും ക്ഷീണവും തളർച്ചയൊക്കെ വിട്ടുമാറി യുഗാന്ത്യ സഭ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ മഹത്വപൂർണ്ണയാകുവാൻ, നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ കൂടുതൽ പ്രകാശിതമാകുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ സപ്തദാനങ്ങൾ പൂർണ്ണമായും സ്വന്തമാക്കി തീ പിടിച്ച ആത്മാക്കളാകുവാൻ, തീഷ്ണതയുള്ള ആത്മാക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, സാധിക്കുന്നവർ കരങ്ങൾ കോർത്ത് പിടിച്ച്, ആ കോർത്ത് പിടിച്ച കരങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയാണ്. അറിവിന്റെ ആത്മാവായി പരിശുദ്ധാത്മ നമ്മൾ നിറയുവാൻ, നമ്മൾ സ്വീകരിക്കേണ്ട പ്രായോഗികമായ ഒരുക്കങ്ങളിലേക്ക് പരിശുദ്ധാത്മ നമ്മൾ ഒരുക്കുവാൻ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുക. അമ്മയാണ് നമ്മൾ ആത്മീയമായി ഒരുക്കുന്നത്. അമ്മയാണ് നമ്മളെ സഹായിക്കുന്നത്. ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മ മാതാവിന്റെ നിറ സാന്നിധ്യം അനുഭവിച്ച് ഞങ്ങളുടെ അമ്മ മാതാവേ, ഞങ്ങൾ അമ്മ ആത്മീയമായി ഒരുക്കണമേ. ആത്മാവിന്റെ സപ്തദാനങ്ങളിൽ നിറയുവാൻ, ആ ദാനങ്ങളിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ മാതാവേ ഞങ്ങളെ സജ്ജരാക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. അതിനായി ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകമായി അറിവിന്റെ ദാനത്താൽ ഞങ്ങൾ മുദ്രിതരാകുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തോട് തിരു സഭയോട് ചേർന്ന് ഈ കൃപാദാനങ്ങൾ നമ്മിൽ പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ ഒരു മനസ്സോടെ കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ആത്മാവിന്റെ വിശുദ്ധ ദാനങ്ങളാൽ ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. ആത്മാവേ, അറിവിന്റെ ദാനം നൽകണമേ. അറിവിന്റെ ആത്മാവായി ഞങ്ങളിൽ നിറയണമേ. സ്പിരിറ്റ് ഓഫ് നോളേജ്, സ്പിരിറ്റ് ഓഫ് നോളേജ്, anoint us, anoint us. ലോകത്തിന്റെ നശ്വരമായ എല്ലാ അറിവുകളും ഞങ്ങൾ വീണ്ടെടുത്ത് സ്വർഗീയമായ അറിവുകളാൽ, ആത്മീയമായ അറിവുകളാൽ, അറിവിന്റെ ദാനത്താൽ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. anoint, anoint, anoint. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ സപ്തദാനങ്ങൾക്കായി, പ്രത്യേകമായി അറിവിന്റെ ആത്മാവിനായി. ഒപ്പം നാളത്തെ ശുശ്രൂഷകൾ ഏറ്റവും അടുത്തൊരുക്കത്തോടെ വന്ന് ആത്മാവിന്റെ സപ്തദാനങ്ങളിൽ ഉജ്ജ്വലിക്കുന്ന ആത്മാക്കളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ, എല്ലാ പാപങ്ങളും വർജിക്കുവാൻ പ്രാപ്തരാക്കുന്ന ദൈവഭയം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം, യഥാർത്ഥ ദൈവമക്കൾക്ക് യോജിച്ച വിധം ദൈവത്തെ സ്നേഹിക്കുവാനും, ദൈവത്തെ സ്നേഹിക്കുവാനും, ആദരിക്കുവാനും, മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും മാതാപിതാക്കളെയും മക്കളെയും മാനിക്കാനും ഞങ്ങളെ കേൾപ്പുള്ളവരാക്കുന്ന ഞങ്ങളെ കേൾപ്പുള്ളവരാക്കുന്ന
ദൈവഭക്തിയുടെ ദാനം ദൈവഭക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ശാശ്വത നശ്വരമായ കാര്യങ്ങളെ ശാശ്വത നശ്വരമായ കാര്യങ്ങൾ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ദൈവം വിധിക്കുന്നത് പോലെ വിധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുന്ന ഞങ്ങളെ യോഗ്യരാക്കുന്ന അറിവിന്റെ ദാനം അറിവിന്റെ ദാനം അറിവിന്റെ ദാനം അറിവിന്റെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തെ പ്രതിയും ദൈവസ്നേഹത്തെ പ്രതി അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതിയും അവിടുത്തെ ഉപരി മഹത്വത്തെ പ്രതി എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളെ സഹായിക്കുന്ന ആത്മശക്തിയുടെ ദാനം ആത്മശക്തിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിനെ പോലെ സത്യത്തിന്റെ പാതയിൽ സത്യത്തിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ നയിക്കുകയും മറ്റുള്ളവരെ നയിക്കാൻ മറ്റുള്ളവരെ നയിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും ആലോചന എന്ന ദാനം ആലോചന എന്ന ദാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അങ്ങ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ആഴത്തിൽ അവബോധമുള്ളവരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ബുദ്ധിയുടെ ദാനം ബുദ്ധിയുടെ ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. നിത്യജ്ഞാനത്തിന് നിത്യജ്ഞാനത്തിന് അനുസൃതവും അനുസൃതവും ഉചിതവുമായവ ഉചിതവുമായവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ യോഗ്യരാക്കുന്ന ജ്ഞാനമെന്ന ദാനം ജ്ഞാനമെന്ന ദാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. പിതാവിന്റെയും പുത്രന്റെയും പിതാവിന്റെയും പുത്രന്റെയും പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ പൂർണ്ണമായ സ്നേഹ കൂട്ടായ്മയിൽ ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാനമേ, ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ഇവയെല്ലാം ഞങ്ങൾക്ക് കനിഞ്ഞു നൽകുവാൻ ദയുണ്ടാകണമേ. ദയുണ്ടാകണമേ. ആമേൻ, 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 ആമേൻ. ആമേൻ. ഒരിക്കൽ കൂടി ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആത്മാവിന്റെ സപ്തദാനങ്ങളാൽ പൂരിതനാകുവാൻ അറിവിന്റെ ആത്മാവിനാൽ നമ്മൾ അഭിഷേചിതരാകുവാൻ ഏറ്റവും അടുത്തൊരുക്കത്തോടെ നാളത്തെ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുവാൻ ആ കൃപയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരിക്കൽ കൂടെ വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണമേ, മുദ്ര ചെയ്യണമേ, ശക്തീകരിക്കണമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആത്മാവേ ഞങ്ങളിൽ വർഷിക്കണമേ, ഞങ്ങളിൽ വർഷിക്കണമേ, ഞങ്ങളിൽ വർഷിക്കണമേ, ഞങ്ങളിൽ വർഷിക്കണമേ. അറിവിന്റെ ആത്മാവായി, അറിവിന്റെ ദാനമായി ആത്മാവേ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. അനോയിന്റ്, അനോയിന്റ്. എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഒരു നിമിഷം നിങ്ങൾ ഷെക്കന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ നിറഞ്ഞ് ഇവിടുത്തെ ശുശ്രൂഷകരും ശുശ്രൂഷകളും ഈ നാളുകളിൽ നയിക്കപ്പെടുവാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ മാധ്യമ ശുശ്രൂഷ ചേർത്ത് പിടിക്കണം. ഇതിൻ്റെ ആവശ്യങ്ങളിൽ നിങ്ങളുടെ സഹായത്തിൻ്റെ കരങ്ങൾ നീട്ടിത്തരണം. സാമ്പത്തികമായി സഹായിച്ചും മറ്റുള്ളവരുടെ ശുശ്രൂഷകളെക്കുറിച്ച് പങ്കുവെച്ചും നിങ്ങൾ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളാകണം. സ്വർഗം തന്നിരിക്കുന്ന ഈ സാധ്യതയെ ഈ നാളുകളിൽ കർത്താവിനും അവിടുത്തെ സഭയ്ക്കുമായി നമുക്ക് പ്രയോജനപ്പെടുത്താം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ മുട്ടുകുത്തി ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. ഈശോയേ നിർമ്മലരാം ജീവിച്ചിടുവാൻ ചിന്തണമേ ഇരു കരങ്ങളും ഉയർത്തി ആത്മാ
കർത്താവിന്റെ സപ്തദാനങ്ങളാൽ പ്രത്യേകമായി അറിവിന്റെ ആത്മാവിനാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമ്മൾ ഒന്നിച്ചു വിളിക്കുന്നു ഈശോയെ. ആത്മാവിന്റെ കൃപാദാനങ്ങളാൽ ഞങ്ങൾ ഉജ്ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക്, സഭാ സമൂഹങ്ങളിലേക്ക് ആത്മാവിന്റെ കൃപാദാനങ്ങൾ ധാരാളമായി ഒഴുകപ്പെടട്ടെ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്കേ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 17-ാം ദിനത്തിലെ എല്ലാ ശുശ്രൂഷകളെയും കരം പിടിച്ച് നയിച്ച കർത്താവിൻ്റെ സ്നേഹത്തോട് നമുക്ക് നന്ദി പറയാം. നാളെ നമ്മുടെ സമാപന ദിനമാണ്. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥിച്ചൊരുങ്ങി സാധിക്കുന്ന ജപമാലകൾ ചൊല്ലി, അതുപോലെ തന്നെ കുമ്പസാരിച്ച് അടുത്തൊരുക്കത്തോടെ നിങ്ങൾ കടന്നു വരണം. ധാരാളം പേരെ കൂട്ടിക്കൊണ്ടുവരണം. ഈ ദിനങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്ത പലരും ഉണ്ട്. നമ്മുടെ മക്കളെയെല്ലാം നമ്മൾ സ്നേഹത്തോടെ പിടിച്ചിരുത്തണം. നാളത്തെ നമ്മുടെ വിശ്രമത്തിൻ്റെ സമയം അല്പം മാറ്റി വയ്ക്കണം. കൃതത്യാഗമെടുത്ത് സഹന മനോഭാവത്തോടെ ആത്മാവിൻ്റെ സപ്തദാനങ്ങളാൽ നമ്മൾ കൂടുതൽ പൂരിതരാകുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങി വരിക. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ടീം ഷഖേനയ്ക്ക് വേണ്ടിയും നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകൾ ഉണ്ടാകണം. നമ്മൾ നാളെ കടന്നു വരുമ്പോൾ ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കാം: പരിശുദ്ധാത്മാവെ, അറിവിൻ്റെ ആത്മാവായി ഞങ്ങളിൽ നിറഞ്ഞ് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമുക്ക് അറിവ് നൽകുന്നത്. അവൻ അറിവിൻ്റെ ആത്മാവാണ്. ലോകത്തിന് നശ്വരമായ അറിവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആത്മാക്കളിൽ അനേകർ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അവരിലെല്ലാം അറിവിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് നിറയാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ധ്യാനിക്കേണ്ട വചനം പൗലോസ്ലീഹ എഫെസസ് സഭയ്ക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ധ്യാനിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ചൊരുങ്ങി വരാം. എല്ലാവർക്കും നല്ല രാത്രി ആശംസിക്കുന്നു. കർത്താവിൻ്റെ സ്വസ്ഥതയിൽ നമുക്ക് വിശ്രമിക്കാനായിട്ട് പോകാം. നാളെ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ഒരുക്കത്തോടെ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഹോളി നൈറ്റ്.